കാർ കഴുകിയാലേ പറ്റും. ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ അങ്ങ് പോയി കഴുകിയാലേ പറ്റും. ഞാൻ കഴുകി തരാം. ഞാൻ കഴുകിക്കോളാം, അതൊക്കെ ഞാൻ കഴുകിക്കോളാം. ഇവിടെ മറ്റേ ഉണ്ടല്ലേ ഇവിടെ ഓൺലൈൻ ഗെയിം. എടാ ഇപ്പോൾ ലൈവ് കാണുന്ന പോലെ നമ്മുടെ റൂമിൽ കയറാൻ താല്പര്യമുള്ളവർ വന്നോ. നമ്മുടെ ഫ്രണ്ട് എന്തിനാണ് സബ്സ്ക്രൈബർ റൂമാണ് ഇടാൻ പോകുന്നത്. നിങ്ങളൊക്കെ വന്നോ. ഓൺലി ഫോർ ഫ്രണ്ട്സ്. പാസ്വേഡ് വേണ്ട 7777 47 എൻ്റെ ID തന്നെ ഇവിടെ മോളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടോ. സ്റ്റാർട്ട് എവിടെ കൊടുക്കാടാ? സിറ്റി കൊടുക്കാം. സിറ്റിയിലാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇത് കഴുകാൻ പറ്റുന്ന ഒരു ഇടമുണ്ട് തൊട്ട് അടുത്ത് തന്നെ. ഒരുപാട് കിടന്ന് കറങ്ങണ്ട. റിപ്പയറിങ്ങും ഈ കാർ വാഷിങ്ങും അടുത്താണ്. ഒരു സ്ഥലം നമ്മൾ സിറ്റിയിൽ ഇങ്ങോട്ടൊരു വശത്തുണ്ട് ഒരു സ്ഥലത്ത്. അടുത്തിപ്പോൾ ഞാൻ എവിടെ ഇരിക്കണ? അതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞടാ. ഇവിടെ അത്യാവശ്യം ഇവിടെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ആയി പോകണം. അതിൽ ഒട്ടത്തരം നടക്കണ. എന്തായാലും അങ്ങോട്ട് ചെന്ന് വച്ച് പിടിക്കാം. എന്തായാലും സബ്സ്ക്രൈബർമാരെ കയറി വരാൻ സബ്സ്ക്രൈബേഴ്സെ കയറി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കാറൊക്കെ ആദ്യം കഴുകുക, അതിന് ശേഷം റിപ്പയറിങ് കയറാം. അതിൻ്റെ അകത്ത് നിൽക്കും, ഒട്ടയാകും. ഓക്കെ 2000 രൂപ കഴിവാൻ. അതെന്തിലൊട്ടയെന്നു കാര്യം പറയാലോ. അങ്ങോട്ട് വെച്ച് പിടിക്കാം. കാർ ഈസ് ക്ലീൻ. അത് തന്നെ, കാർ ക്ലീനായി കിട്ടി. ടയർ നമുക്ക് വെച്ചാൽ ടയർ നല്ല പൈസ ആയിരിക്കും ചിലപ്പോൾ ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ട് ടയർ ഇപ്പോൾ ചെയ്യണ്ട. ചെറിയ ലാഗ് അടിക്കണം. അടലൊട്ട റിപ്പയർ ചെയ്യാം. ഡിസേബിൾ എൻജിൻ ഡാമേജ്. എടാ എൻജിന് വല്ല ഡാമേജ് വന്നു നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഇതാക്കണേ? ഹൗ ടു ജോയിൻ റൂം. എന്ന് വെച്ചാൽ നീ ആദ്യം ഇതിൽ കയറിയിട്ട് എൻ്റെ ID അടിക്കണം, എന്നിട്ട് എന്നെ ഫ്രണ്ട് ആക്കണം. അതിനുശേഷം നീ ഒന്ന് ഇറങ്ങിയിട്ട് കയറി നോക്കുമ്പോഴത്തേക്ക് അവിടെ ഞാൻ ഓൺലൈനിൽ നിന്ന് കാണിക്കും. സെർവർ ഇന്ത്യയാണേ. അപ്പോൾ അവിടെ തൊടുമ്പോൾ പാസ്വേഡ് അടിക്കാൻ വരും. ആ പാസ്വേഡ് ഇപ്പോൾ ഞാൻ അടിച്ച പാസ്വേഡ് 7777 അത് അടിക്കുമ്പോൾ നിനക്ക് എൻ്റെ റൂമിൽ വരാൻ പറ്റും. സിമ്പിൾ, ഈസി പീസി. ഇവിടെ നിൽക്കാമല്ലോ, 2 ഫോട്ടോ എടുക്കാം. അപ്പോഴത്തേക്ക് വർണ്ണമാർ വരട്ടെ. എന്തായാലും റൂം ഇട്ടിട്ടുണ്ട്, വരട്ട്. താല്പര്യമുള്ളവർ വരട്ട്. നല്ല നല്ല ഫോട്ടോകൾ എന്തായാലും എപ്പോഴത്തേ എടുത്ത് വയ്ക്കാം. കുറേ ഫോട്ടോ എടുത്ത് വയ്ക്കണം, കാര്യം പറയാമല്ലോ. അടുത്തെന്തൊരു സാധനം? അതൊരു ഫാനാ? എന്തൊരു സാധനം എന്തോ അറിഞ്ഞൂടാ. ലൈവ് ഇപ്പോൾ എത്ര 2 പേര് കാണുന്നുണ്ടല്ലേ? 2 പേര് കാണുന്നുണ്ട്. ഓക്കെ റൂമിൽ ആരും ജോയിൻ ആയി? ഇതിനകത്ത് ജോയിൻ ആയപ്പോൾ നമ്മളങ്ങനെ ഇല്ല, ആരും ജോയിൻ ആയില്ല. ഇതുവരെ ആരും ജോയിൻ ആയാലേ ഇതുവരെ ആരും ജോയിൻ ആയിട്ടില്ല. ഇപ്പോൾ എടാ എൻ്റെ ഇപ്പോൾ സബ്സ്ക്രൈബർ നോക്കണേ 167 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എൻ്റെ ചാനലിൽ. നോക്കാൻ ചാറ്റി അതേ നോക്കാം അല്ലേ നോക്കാം. എടാ സൗണ്ട് സീനൊന്നും ഇല്ലല്ലോ? സീന് ഉണ്ടേ പറഞ്ഞേക്കണേ. ഇല്ലേ പിന്നെ ലൈവ് പിന്നെ ഇത് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ലൊട്ടയാണെങ്കിലേ അതാണ് വല്ല ഉണ്ടേ പറഞ്ഞേക്കണേടാ. പ്ലെയർ BHC സൈലോൺ എന്തൊരു എടാ ഇപ്പം നേരത്തെ കാണിച്ചില്ലായിരുന്നു. അപ്പം നേരത്തെ ജോയിൻ ആയപ്പം അതിന് ഒരുപാട് പേര് ജോയിൻ ആണോണ്ട് കാണിക്കണേണ്. അങ്ങനെ ആയിരിക്കില്ല. വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട സീനുണ്ടോ? ഇല്ല അത്ര സീൻ കാണില്ല. അവിടെ ഇപ്പം 4 വ്യൂസ്. ഓക്കെ റൂമിട്ട സമയത്ത് തന്നെ ഒരുപാട് വ്യൂസ് പറഞ്ഞാൽ നല്ല തന്നെ. അപ്പോൾ അവർക്ക് ഗെയിമിൽ കയറി നമുക്ക് റൂമിലോട്ട് വരാമല്ലോ അവർക്ക്. അവിടെ ഈ വണ്ടി ഒന്ന് കറക്റ്റ് ഇട്ടിട്ട് പൊസിഷൻ. ഇടിച്ചാണ് സത്യം പറയാല്ലേ. ഐ ആം സബ്സ്ക്രൈബർ 1.1K. ഓക്കെ യോ എടാ റെഡ് ഫോക്സാ? ഇതെന്താ റെഡ് ഫോക്സ് അടിച്ച് വെച്ചേക്കണേ? സൈലോനെ ഹായ്. ഹായ് സൈലോനെ ഹായ് എടാ ഹായ്. കൊള്ളാമോ? നോക്കട്ടെ. കൊള്ളാം. ഇവ റെഡ് ഫോക്സ് അടിച്ച് വെച്ചേക്കണം. എന്ത് ഇതിൻ്റെ അകത്ത് കൊള്ളാല്ലേ? നമുക്ക് ഇതെന്ന് വെച്ചാൽ ഈ അടുത്ത് റെഡ് ഫോക്സ് അടിച്ച് വെച്ചേക്കണ്ടാ. എടേ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മളെ സബ്സ്ക്രൈബറെ കയറ്റി കൊണ്ടുപോകാൻ നല്ലതാണ്. അല്ല ഇപ്പം ഇതിൻ്റെ അകത്ത് ബസ്സുണ്ട് പിന്നെ വേറെ വേണ്ട. എന്തായാലും കൊള്ളാണ്. നന്നായി ചോദിച്ചിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടാ. ഇതിൻ്റെ സെയിം എടുത്തോ ബ്രോയ്ക്ക. എടാ എനിക്ക് ഒരുപാട് കാർ തന്നിട്ടുണ്ട് സത്യം പറയാല്ലേ. എടാ എനിക്ക് ഒരുപാട് കാറ് തന്നില്ലേ? എടാ എനിക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ നമ്മളെ ഈ തുടക്കം നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യമായിട്ട് പറയണം, എനിക്ക്
ഞാൻ ഇവന്മാരുടെ അടുത്തൊന്നും പോയിട്ട് ഇങ്ങനെ വോയിസ് ചെയ്യില്ലടാ. ഒരു കാറ് കാടാ, ഒരു കാറ് കാടാ, ഞാൻ പുതിയ പ്ലെയറാണ്ടാ. അങ്ങനെയൊന്നും ഞാൻ ഒരുത്തൻ്റെ അടുത്തും ചോദിച്ചില്ല. നിങ്ങൾ മുമ്പത്തെ ലൈവിൻ്റെ അടുത്ത് നോക്കി എന്തോരം സപ്പോർട്ടെന്നാ. ഇങ്ങോട്ടൊന്ന് ഇതാക്കുവാണ്. നമ്മളെ ഇങ്ങനെ സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്ട്രാ. സത്യം പറയാമല്ലേ, അവനൊക്കെ നല്ല സപ്പോർട്ടാണ്. ഈ CPM 1 ഞാൻ കളിച്ച സമയത്ത് കളിച്ചുകൊണ്ട് ഈ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സത്യം പറയാമല്ലേ, ഇത്രയും ഞാൻ വിചാരിച്ചില്ല, ഇത്ര സപ്പോർട്ടൊക്കെ നമുക്ക് വരുമെന്ന് വിചാരിച്ചില്ല. ഇടിച്ചില്ല. ഇത് ഇടിച്ച ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻജിൻ സീനായാൽ പിന്നെ അത് വലിയ ലൊട്ടയോ, അതുകൊണ്ട് അതൊരു പേടിയാണ്. എടാ 4 വ്യൂസ്. എടാ വോർട്ടെക്സ് നീ കയറണില്ലടാ, കയറി വാടാ, കയറി വാ, നീ കയറി പറഞ്ഞേ വാ. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞ രീതിയിലാണ് കയറണ റൂമിൽ. എടാ ഞാൻ പിന്നെ വേറെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മറ്റേ വേറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ CPM, അവരെ റൂമുണ്ട്, അവരുടെ റൂമിൽ കയറണ നല്ല ഇതല്ലേ. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഫ്രണ്ട് ആവാം, ആ ഒരു രീതിയിൽ നിന്നൊക്കെ ചിന്തിക്കണം. പക്ഷേ അവരെപ്പോൾ റൂം ഉണ്ടാവുന്ന ഒന്നും ഒരു ഐഡിയ ഇല്ല എനിക്ക്, സത്യം പറയാല്ലേ. ബ്രോ സബ്സ്ക്രൈബറാണ് അരുൺ നായർ. ബ്രോ ആരെങ്കിലും എനിക്കൊരു കാർ ബ്രോ അരുൺ നായർ നേരത്തെ ലൈവ് വന്നായിരുന്നോ? നേരത്തെ അല്ലേ ഇവിടെ സമയത്ത് ഒത്തേ ഉള്ള പറയല്ലേ സാബ് ഭയങ്കര $1 ഒത്തേ. ഇതൊക്കെ ഞാൻ എന്ത് പറയട്ടടാ ഇതിനേക്കാ. 542 HP. ബൈ ബയ്യായില്ലേ? കൺഗ്രാജുലേഷൻ, യു അവൺ എ ന്യൂ കാർ. താങ്ക്സ് ടാ. ഇവ ഞാൻ എന്ത് പറയട്ടാ മുത്തേ, കാര്യം പറയാല്ലേ. ഉയ്യോ ഇങ്ങനെ വന്ന താങ്ക്സ് ഡാ. ഇപ്പോൾ വരാൻ പോവല്ലേ? ഇല്ല ഞാൻ പോണില്ലടാ. പോണില്ല. ഇപ്പോൾ വരാൻ പോവല്ലേ കേട്ടോ. ഞാൻ പോകണ്ടടാ. എടാ ഇവനെ സൈലോൺ ഓക്കെ. എടാ സൈലോൺ അല്ലേ? സൈലോൺ ബ്രോയോട് എനിക്കൊരു വണ്ടി തരാൻ എന്ന് പറയാം. എടാ ഞാൻ തന്നെ അവൻ എനിക്ക് കാരണം തന്നെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ല, അവനൊരു സന്തോഷം, അവൻ തരാൻ ഒരു മനസ്സുള്ളതുകൊണ്ട് തരണേണ്. അപ്പോൾ നമ്മൾ ഒരാളെങ്ങനെ ഓവറായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാമോ? മനസ്സിലായില്ലേ? നീ വേണേൽ റൂമിൽ കയറിയിട്ട് ചോദിച്ചോ, മനസ്സിലായില്ലേ? ഞാൻ തന്നെ അവന്മാരുടെ അടുത്ത് നേരത്തെ ലൈവിൽ തന്നെ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അവനൊരു ഇഷ്ടമുള്ളതുകൊണ്ട് അവൻ തരണയാണ്, മനസ്സിലായി? ഒരു സപ്പോർട്ട് ചെയ്യാൻ തോന്നിയുകൊണ്ട് അവൻ തരണയാണ്, മനസ്സിലായില്ലേ? അതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കാറൊന്നും വലുതായിട്ടില്ല. ഈ സബ്സ്ക്രൈബേഴ്സ് തന്ന കാറ് ഞാൻ നിനക്ക് തന്ന അവന്മാർക്ക് ചിലപ്പോൾ വിഷമവും. കാരണം വെച്ചാൽ അവന്മാർ എനിക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ തന്നത്. അതെടുത്ത് ഞാൻ നിനക്ക് തന്നാലേ. അല്ലാതെ എൻ്റെ ഇരിക്കണതൊക്കെ അത്ര വലിയ കാറൊന്നും അല്ല. എന്തായാലും ഭാവിയിൽ ഞാൻ ഈ ഗെയിമിൽ റിച്ചാവുന്ന സമയത്ത് നീ വന്നു. അപ്പോൾ എനിക്ക് 2-3 കാറ് തരാം പോരെ. എന്നാൽ ഞാൻ തരാം. എടാ നീ വച്ചോടെ എല്ലാവരും കൂടെ അങ്ങനെ കാറൊന്നും തരണമെന്നില്ലടാ. നിങ്ങൾ കാർക്ക് വച്ചോ. അപ്പോൾ എന്തിനു പറയില്ല. എടാ ഇതിൻ്റെ എല്ലാവരും അതിന് കാറൊന്നുകൊണ്ടിരിക്കണം. കാര്യം പറയാല, എന്നെ ഫ്രണ്ട് ആക്കൂ. എടാ നീ ഫ്രണ്ട് ആക്കണേ വോർട്ടെക്സേ. നീ ആദ്യം റൂമിൽ വരണ്ടേ? റൂമിൽ വരാതെ എങ്ങനെ ഞാൻ ഫ്രണ്ട് ആക്കും നിന്നെ? നീ റൂമിൽ വാ, അപ്പം നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാം, നിന്നെ ഫ്രണ്ട് ആക്കാം. മച്ചാ പറഞ്ഞോ. ഗെയിമർ OQ ആണേ, O8Q ആണേ. 0 അല്ലേ? നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഗെയിമർ O8Q ആണേ. മച്ചാൻ്റെ പേര് ഗെയിമർ O8Q എന്നാണേ. ആരും ലൊട്ട പറയല്ലേ, ഞാൻ നേരത്തെ മാറിപ്പോയി. മച്ചാ പാസ്വേഡ് എടാ 7777 എടാ ഇനി മുതൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടെ കൊടുത്തേക്കാം കേട്ടാ. ഇനി മുതൽ ഞാൻ കൊടുത്തേക്കാം. ഇന്നും കൂടെ നിങ്ങളൊന്ന് ഇതാക്കിയത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എടാ പാസ്വേഡ് സ്ഥിരം 777. സെർവർ ഇന്ത്യ. എടാ സെർവർ ഇന്ത്യ, പാസ്വേഡ് 7777. ID വേണ്ട, ഇതാണ് SJ011660. കണ്ടല്ല? കാണത്തിലുണ്ടോ? ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് വെച്ചിട്ട് കണ്ടോ. എടാ പിന്നെ സൗണ്ടിൽ വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ പറഞ്ഞേക്കണേ. അത് പിന്നെ മിസ്സാക്കല്ലേ. സൗണ്ട് കാണിച്ച് ഇടയ്ക്കൊക്കെ ഈ ഫോണിൽ സൗണ്ടിന് ചെറിയ പ്രശ്നം വന്നായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. പ്രശ്നമൊന്നും ഇല്ലല്ലോടാ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കണം. എന്തിനു? ഞാൻ ഇവിടെ നിന്ന് മാറട്ടെ. ഇവിടെ നിൽക്കുക. വണ്ടി എടുക്കട്ടെ. എടാ എനിക്കിനി മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഒരു വണ്ടി എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ഏതൊന്നും പറയാനില്ല. പറഞ്ഞ് ചിലപ്പോൾ ഇവന്മാരെന്തെങ്കിലും കൊണ്ട് തന്നാൽ അത് ഞാൻ വാങ്ങാം. അത് തന്നെ പ്ലെയർ BHS ഹാസ് ജോയിൻഡ്. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് പൈസ വേണ്ടി വരും. അത് ഞാൻ സെറ്റാക്കണുണ്ട്. ഇപ്പോൾ 9 ലക്ഷം ഉണ്ട്. അതിൽ കുറച്ചുകൂടെ പൈസ വേണ്ടി വരും. അതെനിക്ക് എടുക്കണം. കാരണം വെച്ചാൽ അത് മിഷൻസ് ഉണ്ടല്ലോ, മിഷൻ കംപ്ലീറ്റ് ആക്കാനൊക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ
സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഗ്യാങ് ആയിട്ട് പോകാനൊക്കെ ഉള്ളൊരു ഒരു വാഹനം. ഞാൻ ഏതെന്ന് പറയൂല എന്ന് പറഞ്ഞ ചിലപ്പോൾ നീ അങ്ങനെ അറിയും, നീയൊക്കെ കൊണ്ടുവന്ന് തന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ഇതുവരെ ഞാൻ സത്യം പറഞ്ഞ ഈ പൈസ ഇതാക്കിയൊന്നും വാങ്ങിച്ചില്ല, കാര്യം പറയാല്. ഇതാര് BHC തന്നെ അല്ലേ? സോറി BHC. എടാ BHC അല്ലേ? BHC സൈലോൺ. എടാ സൈലോൺ തന്നെ അല്ലേ? സൈലോൺ തന്നെ. ഞാൻ പറയണ തെറ്റായിട്ടില്ല, സൈലോൺ തന്നെ അല്ല. ഇപ്പോൾ വരാൻ പോയത്, ഇപ്പോൾ വരാം. ഓക്കെ, ഞാൻ കാറ് നോക്കിയോട്ടെ. എടാ ഇതൊക്കെ എന്ത് തീയടാ, കൊള്ളാല്ലേ? എനിക്കിഷ്ടപ്പെട്ട ആ റെഡ്. എടാ ഇവ എന്ത്, എടാ നീ മതിയടാ, എടാ മതിയടാ സൈലോനെ, നീ ഇത് എന്താണ് നടക്കണേ ഇവിടെ? മച്ചാ മതി, ഇതെന്ത് എല്ലാവരും കൊണ്ട് നീ കാറ് തന്ന ഇതെന്ത് ഇത്? എടാ ഞാൻ എടാ എന്ത് സപ്പോർട്ടാ നിങ്ങൾ, എനിക്കെന്ത് സന്തോഷമാണ് നിങ്ങളിങ്ങനെ. എടാ W കിടിലോടാ, W കിടിലം. എടാ നീ എനിക്കിങ്ങനെ തരണ്ടാ, ഞാനിപ്പോൾ ലൈവ് കാണണേ. നീ എനിക്ക് ഒരുപാട് വണ്ടി തന്നില്ലേ നീ? ആ എങ്ങനെയാടാ ഇതൊരു കിട്ടിയ? എടാ ബൈ ഞാൻ കൊടുത്ത്. എടാ മേടിച്ചിട്ട് വരണില്ല, വരണില്ല. എന്തോ ബഗ്ഗായ എന്തോ വരണില്ലടാ, വന്നില്ല. കണ്ട ഒന്നുകൂടെ നോക്കട്ടെ. ഇല്ലടാ ഇല്ല. ഞാൻ ഒന്നുകൂടെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി കയറി നോക്കാം. ഇതെന്തരും? ഓ ഇങ്ങനെ ചെയ്യാല്ല, ഇങ്ങനെ ചെയ്തപ്പോൾ കണ്ട കിട്ടി തോന്നുന്നു കേട്ടാ. കിട്ടിയാടാ. എടാ ബഗ് അടിച്ചാൽ അതോടെ കാര്യം പറഞ്ഞ ബഗ് അടിച്ചെന്ന് തോന്നുന്നു. കണ്ട ഇവന്മാർ ഇങ്ങനെ നിൽക്കണണ്ട. ഇറങ്ങിക്കയറാം അത് തന്നെ, ഇറങ്ങിക്കയറണം. അത് തന്നെ അല്ലേ, ഇറങ്ങിക്കയറാം. ബഗ്ഗാണെന്ന് തോന്നുന്നു. ഇല്ലടാ ഇല്ല ഇറങ്ങിക്കയറാം. ഇല്ലടാ ഇല്ല എനിക്ക് കിട്ടിയില്ലടാ. ഞാൻ ഒന്ന് ഇറങ്ങിക്കയറാം. എടാ ഒരു സെക്കൻഡ് ചാറ്റെ, ഞാൻ ഗെയിമിൽ നിന്ന് ഇറങ്ങി കയറട്ടെ. ചില ബഗ് അടിച്ച് കാണും, അതാണ്. എന്ത് ലൊട്ടയല്ലേ, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബഗ് അടിക്കണം എന്നാ. എടാ കിട്ടി കിട്ടി. ഓ എനിക്ക് കിട്ടിയായിരുന്നാ? എടാ ഞാൻ ബയ്യാകുമ്പോൾ നമ്മൾ കിട്ടി ലഭിച്ചെന്ന് പറഞ്ഞ് കാണിക്കണ. കിട്ടിയായിരുന്നു കേട്ടാ, ഇപ്പം കിട്ടിയായിരുന്നു. എടാ ഒന്നുകൂടെ ഇടാൻ പോവാണ് റൂം. ആർക്കെങ്കിലും ചിന്തെങ്കിലും എങ്ങനെയൊക്കെയാണ് സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. സെർവർ ഇന്ത്യ, പാസ്വേഡ് ഇപ്പം 77 ഓൺലി ഫോർ ഫ്രണ്ട്സ്. എൻ്റെ ID താണ്ട് അവിടെ മുകളിലുണ്ട്. സ്റ്റാർട്ട്. പാട്ട് നോക്കി കേട്ടോക്കാം, പിന്നെയാണ് കേട്ടോക്കാം. ഇപ്പം എവിടെ എത്ര രൂപയായി? റെഡ് ഫോക്സ്. എടാ ഇത് അവിടെ കണ്ടടാ, അവിടെ പെട്ടെന്ന് കണ്ട ആ ഒരു എനിക്ക് ഹൈ ആയിട്ടാണ് എനിക്ക് ഞാൻ കുറയ്ക്കാം. അതാണ് നല്ല. ഈ മൾട്ടിപ്ലെയറും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഗ്രാഫിക്സ് ഇട്ടപ്പോൾ ചെറിയൊരു ലൊട്ട ലാഗ്. ലൈവ് ഇട്ടതിൻ്റെ ആ ഒരു കൂടെയാണ് കാര്യം പറയാമല്ലോ, ഇല്ലെങ്കിൽ ഇത്ര വരില്ല. എടാ ലൈവ് കാണുന്നവരുടെ വന്നോ. ഞാൻ ഇവിടെ വെയിറ്റ് ആക്കാം. അത് തന്നെ പയ്യന്മാർ വരട്ട്. എടാ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ, സൈലോനെ കിട്ടിയായിരുന്നു. ഇപ്പോൾ ലൈവ് ആണോടെ എനിക്ക് ആ സമയത്ത് ബഗ് അടിച്ചു, അതുകൊണ്ടാണ്. യുവർ കാർ ഈസ് ലോക്ക്ഡ്. അപ്പം ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല നീയൊക്കെ കൊണ്ട് എനിക്ക് ഇത്രയും നല്ല കാറുകൾ തരും, പ്രത്യേകിച്ച് സൈലോ.
എന്തോരം എന്നെ സപ്പോർട്ട് ചെയ്യണം. അവന് മറ്റേ MM എടാ എന്ത് ലൊട്ടത്തരം കാണിക്കണടാ. എടാ ലൊട്ടത്തരോടാ. എടാ ഇവ എന്ത് ലൊട്ട കാണിക്കണ. ഇനി കാറ് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യണം. പറഞ്ഞോ. ഹൈ എടാ ഹൈഡാ. യോ ഇടിക്കല്ലേ എന്തായി. എടാ നിങ്ങൾ എന്താടാ എൻ്റെ അടുത്ത് പ്ലീസ് ബൈ എന്നാ. എടാ ഞാൻ ബയ്യ തൊട്ട്. എടാ അയ്യോ അവനെ ന്യൂ കാർ. എടാ താങ്ക്സ് റാ അപ്പു. താങ്ക്സ് റാ. അപ്പു താങ്ക്സ് എടാ. എന്തോ നിങ്ങളെന്താടാ ഇങ്ങനെ. ഞാൻ നിങ്ങളെ പറയട്ടെന്നാണ് മുത്തേ ഉള്ള പറയാല്ലേ. എടാ പയ്യന്മാർ കയറി വാടാ റൂമിലോട്ട്. KL ടോം സീറോ എന്നാടാ എൻ്റെ പേര്. സീറോ. ഞാൻ ആദ്യം വിചാരിച്ച് സോറോ ആയിരിക്കുന്നു. പിന്നെ ഞാൻ സീറോ. ഞാൻ കാറുണ്ട് കേട്ടെ. ബിഗ് ഫാനാ. താങ്ക് യുടാ. താങ്ക് യു. ബിഗ് ഫാനാ. ഞാൻ ഇപ്പം എന്ത് പറയാൻ. താങ്ക് യുടാ. നമ്മൾ ഇന്നലെ 2 ദിവസം മുന്നേ ഗെയിം കളിച്ചു തുടങ്ങിയാണ്. KL 0 become friend. സെറ്റ് ചെയ്തോട്ടെ. ഇപ്പം സെറ്റല്ലേ. നമ്മൾ കറക്റ്റ് കൊണ്ടിട്ടല്ലേ. കറക്റ്റ് കൊണ്ടിട്ടേ. ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും മുത്തേ. ഇല്ല അപ്പൂവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. അപ്പൂ വെയിറ്റ് ഒരു ഫോട്ടോ എടുക്കാം. എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയാൽ മതിയോ. ഓക്കെ ഓടാ എന്ത് പറയട്ടെ. എടാ സൈലോൻ പോയാടാ. സൈലോനെ നീ കയറല്ലേ. കയറേട്ടാ. ഒരു ഫോട്ടോ എടുക്കാം. വണ്ടി കൊണ്ടിട്ടാ ഫോട്ടോ എടുക്കാം. വണ്ടി കൊണ്ടിട് ഫോട്ടോ എടുക്കാം. മുത്തേ ഞാൻ എന്ത് പറയട. ഇവിടെ ഇവന്മാർ ഇടിച്ച് സീനാക്കണ്ടാ. ലൊട്ടത്തരം. കുഴപ്പമില്ല. അത് അറിയാതെ പറ്റിയല്ലേ. അത് നമുക്ക് മിസ്റ്റേക്ക് പറ്റുമല്ലോ. ചില ബാലൻസ് കിട്ടുള്ളൂ. അത് ഞാൻ ഓടിച്ചപ്പോൾ ചില സമയത്ത് ചില വണ്ടിക്ക് ലൊട്ടായിരുന്നു. ബാലൻസ് കുറച്ചിട്ട് മാറും. വ്യൂ ഒന്ന് മാറ്റിക്കോട്ടെ. റിവേഴ്സ് എടുത്തിട്ട് ഇടാം. അതാണ് നല്ലത്. ഇപ്പോൾ ഒരു നോക്കിയല്ല. ഇടിക്കല്ലേ. ഓ ഇടിച്ചില്ല. ഒരു ഡ്രോൺ എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് ഇത്തിരി ഇങ്ങോട്ടാക്കിയിട്ട് ഇത് ഓക്കെയാണ് തോന്നില്ലടാ. ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല ഫോട്ടോ ഇട്ടണം. നല്ല ഫോട്ടോ തന്നെ ഇട്ടാം. പറഞ്ഞോ സൈലണേ. പറഞ്ഞോ. എടാ നീ ഇപ്പം ഇതിനെ മാത്രം റിച്ചാടാ. ഇതാര് ടോമാ. എടാ പുതിയ ആൾക്കാർ നമ്മളെ ഇങ്ങനെ വരണുണ്ട് കേട്ടോ. അത് സന്തോഷമുള്ളതായിരുന്നു തന്നെ കേട്ടോ. നമ്മളെ റൂമിലോട്ടെ ഇങ്ങനെ വരണുണ്ട്. അത് നല്ലതായിരുന്നല്ലേ. എടാ 20 പേര് ലിമിറ്റ്. ഒരു 50 പേരൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പേർ കയറായിരുന്നല്ലേ. ഞാൻ ഇപ്പം എന്ത് ചെയ്യുക. 20 പേരല്ലേ വരും. ഞാൻ സോറോ രാവിലെ വന്നില്ലേ. ഓടാ മനസ്സിലായി. എനിക്ക് ഞാൻ കാറിൽ നിന്ന് കയറിയോട്ടെ. എനിക്ക് ഇൻറ്റീരിയർ കുറേ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. കുറേ കാറിൻ്റെ ഇൻറ്റീരിയർ കാണാൻ പറ്റും മുത്തേ. ഇല്ലടാ. ഇല്ല ഇൻറ്റീരിയർ കാണാൻ പറ്റൂല. സെർവർ അവിടെ ലൈവ് വേറെ കാണുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല നല്ല വണ്ടിയാണ്. അവിടെ ഇത് പിന്നെ ഓടാ നല്ല വണ്ടിയാടാ ഇത്. പിന്നെ നല്ല വണ്ടിയല്ലെന്ന് ആരെങ്കിലും പറയോടാ. ഇതൊക്കെ ഡബ്ല്യൂ സാധനങ്ങളല്ലേ.
അപ്പം തന്നെ എനിക്ക് ഒരുപാട് വണ്ടി അവന്മാർ തന്നടാ. അത് നമ്മളെ ഇതിൽ ഞാൻ പറയണേ ഇപ്പം നല്ലൊരു സപ്പോർട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ. സന്തോഷം അല്ല ഇപ്പം എന്തെങ്കിലും പറയാം. ഹാപ്പി ഹാപ്പി ഹാപ്പി. അപ്പം അവൽ നമുക്ക് നല്ല ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് പേരൊക്കെ പോയി സഹായിക്കാം അല്ലടാ. നല്ല കാറൊക്കെ വെച്ച് കിട്ടും. എടാ എന്ത് നിഴൽ ഇങ്ങോട്ട് നിരങ്ങണ ഒരു നിഴൽ. വെയിറ്റ് ഓക്കെടാ. എടാ ഞാൻ ഡാൻസ് കളിക്കണം. വെയിറ്റ് ആക്ക്. കൂടെ വാടാ കൂടെ എല്ലാവരും കൂടെ വാ. സെൽവ ഇതാര് എനിക്ക് ലൈവിൽ ഷോർട്ട് ഔട്ട്. എന്താടാ ഷോർട്ട് ഔട്ടാ? എടാ മനസ്സിലായടാ ലൈവിൽ ഷോർട്ട് ഔട്ട് തരുമെന്നാ? ബഗ് കേട്ടാ ബഗ് ബഗ് ബഗ്. ഇത് ബഗ് ഉണ്ട് കേട്ടാ കുറച്ച്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കയറുമ്പോൾ ബഗ് ആവണമെന്നാണ്. അയ്യോ ഡാ ഈവനിങ് ഒക്കെ അപ്പോൾ എന്തിനാ ഈവനിങ് അപ്പോൾ എനിക്ക് നോക്കാം. ആദ്യം നമ്മളൊരു കാര്യം ചെയ്യാൻ പോലെ അത് ഭംഗിയായിട്ട് ചെയ്തതിനു ശേഷം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ഒറ്റ അടിക്കണം. ഇടിച്ചില്ല. അപ്പോൾ ഞാൻ ചെന്ന് കയറുന്ന എൻ്റെ ഇടിച്ചാൽ മുത്തേ കാര്യം പറയാമല്ലേ. നമ്മൾ ക്ഷമയോടെ എല്ലാം ചെയ്യണം നമുക്ക്, ഇല്ലെങ്കിൽ ഒട്ടയായിപ്പോൾ അവസാനം. ആരടാ മുത്തേ ഉള്ള കാര്യം. അപ്പു അടുത്ത് വന്നിരിക്കുവാണ് മുത്തേ. എനിക്ക് പിന്നെ അങ്ങനെ കളയുമെന്ന് കയറി. അല്ല അങ്ങനെ ചെയ്യോ എന്തോ ലൈവല്ലേ. അല്ല അങ്ങനെ ഒന്നുമില്ലടാ. അത് പിന്നെന്ത് അങ്ങനത്തെ ലൊട്ട അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കണില്ല. കൺഗ്രാജുലേഷൻ യു അവണേ ന്യൂ കാർ. മുത്തേ ഞാൻ എന്ത് പറയട്ടാ. ഞാൻ ഒരാളടുത്ത് ദിവസം എത്ര താങ്ക്സ്ടാ പറയണ. ഞാൻ ഇപ്പം എന്തടാ പറയണ മുത്തേ. കിട്ടിയടാ കിട്ടി. താങ്ക്സ്ടാ. ഇല്ല ബ്രോ ബൈ ചെയ്തോ ഞാൻ ചെയ്യില്ല. എനിക്കറിയണം ചുമ്മാ പറഞ്ഞേ. എടാ അങ്ങനെയല്ലടാ, ഞാൻ ചില ലൊട്ടകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ടാണ്. നിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞൊന്നുമില്ല. നിന്നെ അങ്ങനെ ഞാൻ പറയണ എന്തിനും എനിക്ക് വട്ട അങ്ങനെയൊന്നുമില്ല. ഗോക്കു ഓൺ കൊള്ളാമല്ലേ? കൊള്ളാം. കുറേ ഫോട്ടോ എടുക്കാം. നമുക്ക് കുറേ ഫോട്ടോ എടുക്കാം. ഒരുപാട് പേര് നിൽക്കാം. നമുക്ക് ഫോട്ടോ എടുക്കാം. എടാ എന്നെ നിരക്കിക്കൊണ്ട് പോണ്. എടാ എന്നെ നിരക്കിക്കൊണ്ട് പോടാ. ഗോകുലെ ഷാസ് നിരക്കിക്കൊണ്ട് മുത്തേ. എന്നെ നിരക്കിക്കൊണ്ട് ലോട്ടത്തരം ചെറിയ ലോട്ട. എടാ ഞാൻ ഡ്രൈവറായി കേട്ടാ. നിങ്ങൾ കണ്ടായിരുന്നോ? മറ്റേ എൻ്റെ റാങ്ക് കൂടിയടാ. ഡ്രൈവർ റാങ്കായി ഞാൻ. ഫോട്ടോ എടുക്കാം. ഇതൊക്കെ പിന്നെ ഫോട്ടോ എടുത്തില്ല ആലോചിക്കണം. നമ്മൾ ഇത്രയും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പയ്യന്മാർ വന്ന് കയറി നിൽക്കണം. അപ്പം നമ്മൾ അവരെ കൂടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കേണ്ടല്ലേ. കാർ എങ്ങനെ ഉണ്ട്? കൊള്ളാടാ ഗോക്കു. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കയറി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കാർ കൊള്ളാമെന്ന്. ഗോക്കുവിൻ്റെ ആ സംഭവം എന്തെങ്കിലും അടിച്ചു വെച്ചിട്ടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാസ്ബിൻ വൈറ്റി ഓക്കെടാ. എടാ നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ ലൈവ് കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം. ഞാൻ ചാനൽ കയറി നോക്കാം. അല്ല സെർച്ച് ചെയ്താൽ കിട്ടൂല. ഗോക്കു അല്ല ഗോക്സോണാണ്. ഓടാ ഓക്കെ മാറി. നിങ്ങൾ ലൈവും കൂടെ കാണുവാണോ? നിങ്ങൾക്ക് 2 ഫോണുണ്ട് നിങ്ങളെ കയ്യിൽ. ഞാൻ വിചാരിച്ച് ഗോക്കുന്ന്. പെട്ടെന്ന് ഞാൻ വിചാരിച്ച് മറ്റേ ജിയോ ഒക്കെ ആണ്ടപ്പോൾ ഗോക്സോൺ ആയിരുന്നല്ലേ. ഓക്കെ അല്ല അപ്പൂ എന്തല്ല എടാ ഇപ്പം എന്ത്
എൻ്റെ ചാനൽ നെയിം CPM ഷാസ്വിൻ. ഓക്കേടാ ഓക്കെ. നിങ്ങളിപ്പോൾ ലൈവും കൂടെ കാണുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഈ ലൈവ് കഴിയുമ്പോൾ കമൻറ്റ് ഇട്ടാൽ മതി ഈ ലൈവിൻ്റെ താഴെ ആ ചാനൽ വെച്ച്. അപ്പോൾ ഞാൻ നോക്കാം. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടാണ് ബ്രോ. ഇനി എൻ്റെ പേരു പറ്റി ബ്രോ. ഇനി എന്താ പേര് പറ്റി എടാ മനസ്സിലായില്ലടാ എനിക്ക്. ഇനി എൻ്റെ പേര് പറ്റി എന്നാടാ. കത്തിയില്ല. എന്താണ് ഉദ്ദേശിച്ച? ഇതെന്തൊരു സാധനം? സിവിക്. സിവിക്ക് മുത്തേ നോക്കട്ടെ. ഡോറാമോനാടാ അത്. മുത്തേ ഡോറാമോ. എടാ ഈ ഗെയിമിൽ ഒരുപാട് നല്ല കിട്ടിലുമായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. CPM ഒന്നില്ല, 2 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡബിൾ ഒരു ചിലവന്മാർ മറ്റേ 1 പീസിൻ്റെതും ഈ തോമസ് ഷെൽബിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോ എനിക്കണം. ആ ഭാവിയിൽ എങ്ങനെയും സെറ്റാക്കണം. കാര്യമല്ല, അത് ഭയങ്കര ആഗ്രഹം. നോക്കാം. എന്താ നിങ്ങൾ ലൈവും കൂടെ കാണണം. സത്യത്തിൽ ഞാൻ കാര്യം ചോദിക്കണം. നിങ്ങൾ ലൈവും കണ്ട് കളിക്കുകയും ചെയ്യണം. അതെങ്ങനെ അത് പറ്റൂ? വാട്ട് വിൽ ബി ഡു? ഇനി എന്താ പരിപാടി? വാട്ട് വിൽ ബി ഡു? ഓ മനസ്സിലായി. ഫോട്ടോ എടുപ്പ്. വണ്ടി കൊണ്ട് ഒറ്റ രീതി നിർത്താം. വണ്ടി എല്ലാവരും കൊണ്ട് ലൈൻ ആയി നിർത്തും. റെഡ് ഫോക്സ് ചേട്ടൻ വിളിച്ചേ ഓടാവും. ചേട്ടൻ വിളിച്ച എടാ അവൻ എന്താ ചേട്ടൻ വിളിച്ചത്? അപ്പം നമ്മൾ ഓക്കെ മനസ്സിലായി. ഷാസ് മുഹമ്മദ് ഗോക്സോൺ ഫോട്ടോ എടുക്കട. ഞാൻ ഫോട്ടോ കുറച്ച് എടുത്തായിരുന്നു. ടോംസ് വാൻസ് സെല്യൂ മണി. താങ്ക് യു KL 50 ടോം ബ്രോ. താങ്ക് യുടാ. താങ്ക് യു KL. താങ്ക്സ് ഡാ. ഇപ്പോൾ എനിക്കാണെങ്കിൽ താങ്ക്സ് എന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കാം. എന്തോരം പേര് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ പറയണം. താങ്ക്സ് എല്ലാവർക്കും. താങ്ക് യു മുത്തേ. പ്ലേ സെറോ ആസ് ജോയിൻഡ്. ഗോക്സോൺ ഫോട്ടോ എടുക്കണം. ഞാൻ എടുത്തായിരുന്നു. ഞാൻ കുറച്ചൊക്കെ എടുത്തായിരുന്നു തോന്നുന്നു. ഏതൊക്കെ എടുത്ത് ഗോക്സോൺ എടുത്തതാണോ തോന്നണം. ഗോക്സോൺ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. കാറ് കുറച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. ആ കുഴപ്പമില്ല. നമുക്ക് ഒരുവിധമൊക്കെ എടുക്കാടാ. പിന്നെ നമ്മൾ നോക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ പേര് വന്നുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് പേര് വന്നുകൊണ്ട് ഒരു പാനിക്കാണോ അല്ലേടാ. എന്ന് വെച്ചാൽ എൻ്റെ ലൈവിൽ ഇതിന് മുന്നേ ഇത്രയും പേരൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് പേരുമായിട്ടൊന്നും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഓക്കെ. പക്ഷേ ഇപ്പോൾ ഒരുപാട് വരുമ്പോൾ ഞാൻ പെട്ടെന്നൊരു പാനിക് ആവണമല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ഐ ഫീൽ ഗുഡ്. ഓക്കെ, തോരൻ കാറ് പറഞ്ഞാൽ മുത്തേ എനിക്ക് എടാ നിങ്ങൾ ഈ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കുറച്ചിരുന്ന് കാണണേ എടാ. എന്ന് വെച്ചാൽ എനിക്ക് വാച്ച് അവർ എന്ന് പറഞ്ഞൊരു സാധനം സെറ്റാക്കാണ്ട്. വാച്ച് അവർ സെറ്റാക്കിയാലേ മണി വരും. അതുകൊണ്ട് വാച്ച് അവറിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് തന്നെ കളിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സഹായിച്ചാൽ അത്രയും നല്ലത്. കാരണം വെച്ചാൽ ഈ വാച്ച് അവർ എത്ര കൂടുന്നോ അതിനനുസരിച്ച് പെട്ടെന്ന് മോണിറ്റൈസ് ആവാം. മോണിറ്റൈസ് ആയിട്ട് എന്ത് ചെയ്യാം? PC എടുക്കാം. ഈസി PC. അപ്പൂ ഒത്തിമാറിക്കപ്പൂ. പറയണൊക്കെ നല്ല രീതി അവർ കേൾക്കണുണ്ടല്ലേ. ലൊട്ടകളുണ്ടാ ചില കാര്യം പറയാനില്ല. നമ്മൾ പറയണതിൻ്റെ എതിരെ ചെയ്യണം. ഞാൻ എന്തോരം യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ. അവരെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരവരെ ഇഷ്ടത്തിനൊന്ന് കാണിക്കണം, ഇഷ്ടത്തിനുള്ള ചെയ്യണം എന്നൊക്കെ. ഇവന്മാരൊക്കെ എന്ത് സപ്പോർട്ടായിട്ട് എനിക്ക് നിൽക്കണല്ലേ. കാര്യം പറയാനില്ല. ഞാൻ മറ്റേ അവൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. നവൻ വൈറ്റി ഉണ്ടല്ലോ അവൻ്റെ CPMൻ്റെ മെയിൻ. അവൻ തന്നെ അവൻ്റെ ചില വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇതിൽ കയറണവരിൽ ചിലരൊക്കെ ലൊട്ടകൾ അങ്ങനെ എന്തിനാ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വെച്ചാൽ അനുസരിക്കാത്ത ചിലരുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊള്ളാം കേട്ടോ. ഇവന്മാർ കണ്ട നല്ല അനുസരണം, നല്ല പറയണ നല്ല സപ്പോർട്ടായിട്ടുണ്ട്. ജസ്റ്റ് ഒരുപാട് പറഞ്ഞേ ഉള്ളൂ. അവർ നന്നായി. സൈലോ എടാ മതിയടാ സൈലോനെ. നീ എനിക്ക് വേണം സൈലോ ഈ ഗെയിമിൽ ഭയങ്കര റിച്ച് ആണെന്ന് കേട്ടോ. കിങ് റാങ്ക് ആണ് മുത്തേ. ഞാൻ എന്തിന് പറയട്ടെ അവനെ. എനിക്ക് കാർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എടാ മതിയായിരുന്നു. കൊള്ള താങ്ക്സ്ടാ. എനിക്ക് താങ്ക്സ് ഞാൻ കോപ്പി ചെയ്ത് വയ്ക്കാം കേട്ടോ. താങ്ക്സ് കോപ്പി ചെയ്ത് വയ്ക്കാം. ടൈപ്പ് ചെയ്യണ്ടല്ലോ എളുപ്പം. താങ്ക്സ്ടാ.
സത്യം പറയല മുത്തേ. എടാ ഇതാര്? എടാ സെറോ മച്ചാനെ, എന്ത് മച്ചാനെ നടക്കണം ഇവിടെ മച്ചാനെ. ക്യാ ബാത്തേ മച്ചാനെ, താങ്ക്സ് മച്ചാനെ. ശരിക്കും ഒന്നും പറയല്ലേ, അത് ഞാനൊന്നും പറയണ്ട. താങ്ക്സ്ടാ മച്ചാൻ, ഇത്രയും പറയണം. എടാ നിങ്ങളാണ് എനിക്ക് ഇത്രയും ഇത് തരണേടാ, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് തരണോണ്ടാണ് ഇപ്പോൾ ഈ ഗെയിം കളിക്കണം, മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ വരെ ഒരു നിമിഷം ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു വേണോ ഈ ഗെയിം കളിക്കണമെന്ന്. പക്ഷെ നിങ്ങൾ ഈ സപ്പോർട്ടിന് ശേഷം ഞാൻ പിന്നെ കളിക്കാതിരിക്കും. നിങ്ങൾ എന്നാൽ സപ്പോർട്ട് ആണ്ട്രാ. ഇനി എന്തിനാണ് മറ്റേ ബൂസ്റ്റീസ് എനർജി എന്ന് പറയില്ല, അതേപോലെ തന്നെ റെഡ് ഫോക്സിൻ്റെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി. ഈ ഹൈഡ് ചെയ്യുക, ഈ ലൊട്ട മാറ്റി വയ്ക്കണം. അത് കയറി അറിയാതെ കൈ തട്ടിയ പിന്നെ അതാണ്. എത്ര കാറിലിടാ നേരെ കിടക്കണ. അപ്പോൾ ഇത്രയും പേരുടെ ലൈവ് ഒന്ന് കണ്ട് കയറിയാണ്. 1 2 3 4 എണ്ണി നോക്കട്ടെ, തമ്പനിലിടാം എടുക്കാം. അവിടെ ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് എല്ലാവരും കൂടെ വന്നുകൊണ്ടാണ് ഇവിടെ വെച്ചൊരു ലൈനെ മറ്റേ വണ്ടി ലൈനായിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചാൽ. നമുക്ക് ഇനിയും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് മനസ്സിലല്ലേ, മറ്റേ ട്രോപ്പിക്കിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാം ഒരു പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണേടാ കാണുന്നവന്മാർ. ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മളെ പയ്യന്മാരെല്ലാം നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തില്ലേ പിന്നെ. റെഡ് ഫോക്സ് പറഞ്ഞോ ശേഷേ, പറഞ്ഞോ ഒരു ഷൗട്ട് ഔട്ട് തരും. ഒരു ഷൗട്ട് ഔട്ട് എന്ന് നിങ്ങൾ എന്തിനാ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലടാ. വേറെ സ്പോട്ടിൽ പോവാം. ഓടാ, ഓക്കെ പോവാം. അത് തന്നെ എന്തായാലും ഇവിടെ കുറേ എടുത്തല്ലേ, ഇനി നമുക്ക് ഇവന്മാരെ പിന്നാലെ പോകാം. ഇവിടെ എല്ലാവരും വാ, നമുക്ക് ഇവനെ ഫോളോ ചെയ്യാം. ഇവിടെ എല്ലാവരും വാ. എടാ ഞാൻ ഷാസ് വൈറ്റീനെ പിന്തുടരുവാണ്. ഷാസ് വൈറ്റി വച്ച് പിടിച്ചോ. ഒരുപാട് ചാറ്ററിനോട് എല്ലാം ശ്രദ്ധിക്കാനും പറ്റണല്ലേ. വണ്ടിയും കൂടെ ഓടിക്കുന്നുണ്ട്. എടാ ഞാൻ നോക്കാം കേട്ടോ, കുറച്ചൊക്കെ നോക്കാം കേട്ടോ. ഇത് തന്നെ എടാ, ഇവർ കണ്ട എന്ന് നല്ല രീതിയിൽ നമ്മൾ പറയുന്നു വരുന്നു. ലൊട്ടത്തരം കാണിക്കണടാ. വന്ന് വിളിച്ചാൽ വന്നു, അത്രയേ ഉള്ളൂ മുത്തേ. കാര്യം പറയാം. നഷ്ടപ്പെട്ടു. ശ്വാസല്ലേ അത്, ശ്വാസല്ലേ. അയ്യോ ഇടിച്ചിടിച്ചിടിച്ച് കുഴപ്പമില്ല. അയ്യോ ഇടിക്കല്ലേ. ഇതൊക്കെ ഞാൻ എന്ത് എടാ. പിന്നെ നിങ്ങൾ എൻ്റെ മറ്റേ ചാനലും കൂടെ സബ് ചെയ്ത് വെച്ചേക്കടാ. ബാക്കിയുള്ള റെഡ് ഫോക്സ് 2 3 മെയിനായിട്ട്. കാരണം വെച്ചാൽ അതിലാണ് ഈ CPM ഈ ലൈവിൻ്റെ മൊത്തം വീഡിയോസ് പറഞ്ഞാൽ ആ ചാനലിലാണ് കേട്ടോ. മൊത്തം വീഡിയോസ് ആ 2 ചാനലാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ റെഡ് ഫോക്സ് വോയിക്കിൻസിൽ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല ഇതിന് ഷോർട്സ് ആയിട്ട് കുറച്ചായിട്ട് 30 സെക്കൻഡ് 40 സെക്കൻഡ് ഇടും. മറ്റേ ചാനൽ വെച്ചാൽ ഫ്രീ ഫയറിനാണ്. അത് ഞാൻ ആക്റ്റീവ് ആയിരിക്കുമല്ലോ ഇനി. അപ്പം മനസ്സിലായില്ലേ. എൻ്റെ പേര് ഒന്ന് ലൈവിൽ ബ്രോ, എൻ്റെ പേരൊന്ന് ലൈവിൽ പറയാമോ? കേൽ അപ്പു ചാറ്റ്. കേൽ അപ്പു മതിയാടാ. കേൽ അപ്പു ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. കേൽ അപ്പു ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, പോരെ? സന്തോഷമായ? താങ്ക് യു. ഓക്കേടാ, ഓക്കെ. നീ കാണുവാണല്ലേ, നിങ്ങൾ കാണും കൂടെയാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റൂ? അത് കൊള്ളാമല്ലേ. വണ്ടി എല്ലാവരും എൻ്റെ അടുത്ത് കൊണ്ടിട്.
എൻ്റെ അടുത്ത് ചേർത്ത് കൊണ്ട് ഇടുക, ഫോട്ടോ എടുക്കാം. വന്നീന്നായി പോയി, വണ്ടി എല്ലാവരും കൊണ്ട് ചേർത്തിടാൻ പറഞ്ഞാൽ മാറിപ്പോയടാ മുത്തേ. വണ്ടി കൊണ്ട് ചേർത്ത് ഇട്, ഫോട്ടോ എടുക്കാം. എന്തൊക്കെ കയറി വരണമല്ലോട്ടാ. എടാ അന്നും ഞാനല്ലേ അങ്ങനെ നമ്മളറിയാതെ എന്തൊക്കെ നമ്മളെ ചായ ഇങ്ങനെ കയറി വരണുണ്ട് കേട്ടോ. അത് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ എന്തൊക്കെ ഓട്ടോമാറ്റിക്കലി വരണുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഇറങ്ങി പോയാടാ ബാക്കിയുള്ളവർ. ഇത്ര പേരെ ഉള്ളു, നേരത്തെ കുറേ പേരെ കണ്ടല്ലേ. മതി. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇറങ്ങി, വണ്ടി ഇവിടെ ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്ക്. കണ്ട പറഞ്ഞാൽ അനുസരിക്കും. അത്രയ്ക്ക് എന്താണ് ഒരു നല്ല എന്താണ് പറയുക, സപ്പോർട്ടില്ലേ അവർക്ക് ചെയ്യാൻ ഒരു നമ്മൾ ലൊട്ട അടുപ്പിക്കാൻ വന്ന് കയറിയല്ലേ അതിന്. അതാണ് കറക്റ്റ് ഉത്തരം. ലൊട്ട തരം കാണിക്കാൻ വന്ന് കയറിയതല്ലേ. അടുത്ത ആൾ വന്നു, 2 ഫോട്ടോ എടുക്കട്ട്. ഫ്രെയിം പോവും. KL ടോം. ഓക്കെ, കിട്ടി കുറേ കിട്ടി. എടാ ഈ ഹൈഡ് വിനിൽസ് ലൊട്ട, വിനിൽസാണ് എന്തിന് ഹൈഡ് UI. ആ ലൊട്ട ഇതെന്ത് ലൊട്ട ഇല്ലടാ, കാര്യം പറയാം. ഞാൻ 1 മണിക്കൂർ ഇപ്പോഴും സ്ട്രീം ഇട്ടോളൂ. എനിക്ക് തോന്നുന്നു നല്ല സപ്പോർട്ട് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഉള്ള പറയാമല്ലേ. അമ്മച്ചാനും കൂടെ വരട്ടെ, അമ്മച്ചാനും കൂടെ വന്നിട്ട് നമുക്ക് ഇതാക്കാം. എടാ ഇത് ഞാൻ വീഡിയോ ഇടും കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളും എൻ്റെ ഒരു വീഡിയോയിൽ ഭാഗമാവണം. നിങ്ങൾ വന്നതല്ലേ, നിങ്ങളും എൻ്റെ വീഡിയോയിൽ ഭാഗമാവണം. ഇത് ഞാൻ വീഡിയോ ഇട്ടിടാം. എൻ്റെ മറ്റേ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതിലാണ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ചാനലിൽ വീഡിയോ ഇടൂല. റെഡ് ഫോക്സ് 2ലും 3ലും വീഡിയോ ഇടും. മറ്റേ ബോയ് കിൻസിൽ മറ്റേ 30 സെക്കൻഡ് 40 സെക്കൻഡ് ആയിട്ടുള്ള വീഡിയോ ഇടും. മറ്റേ OPയിൽ മെയിനായിട്ട് ഒന്നും ഇടൂല. അത് ഫ്രീ ഫയറിന് വേണ്ടി മാത്രമല്ല, അതിന് ആക്റ്റീവ് ആയിരിക്കില്ല. ടോമേ വണ്ടിയുടെ ഫ്രണ്ടിക്കടാ, മാറിപ്പോയി നീ. ആ കൊള്ളാം. എടേ കൊണ്ടുവന്ന വണ്ടിയെ കൊള്ളാം കേട്ടോ, കാര്യം പറയാമല്ലേ. കിട്ടി നല്ല ഫോട്ടോ കിട്ടി. ഇത് നല്ല ഫോട്ടോസ് കിട്ടിയടാ, കാര്യം പറയാമല്ലേ. ഇത് തനിക്കുള്ളതാണേ. ചേടാ മുത്തേ, ഇവരെന്താണിങ്ങനെ കാര്യമായിട്ടാണ് ഇത് സപ്പോർട്ടറാ മുത്തേ, കാര്യം പറയാമല്ലേ. ഏതാ വീഡിയോ? എടാ വീഡിയോ എന്നാ എടാ, ഇത് വീഡിയോ ആയിട്ട് ഇടുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഈ നിമിഷമൊക്കെ ഈ ലൈവിൽ നിന്ന് എടുത്ത് വീഡിയോ ആയിട്ട് ഇടും. മറ്റേ ചാനലിൽ സബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ കാണാം. അതിൽ മനസ്സിലായില്ലേ. CPM കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര ഇയറായി? CPM കളിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. സത്യമാണ് പറഞ്ഞാൽ അമ്മ സത്യം. എവിടെ ലൈവ് എടുത്ത് നോക്കിയോ, 2 ദിവസം, 2 കൂടി പോയി 3 അതിനകത്ത്. എന്ത് പറയട്ടെ മുത്തേ, എത്ര വർഷമായെന്നാ. അതാണ് ഇത്ര പെട്ടെന്നുണ്ട് എല്ലാവരും ഒരു നല്ലൊരു സപ്പോർട്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ചുമ്മാ 2-3 ദിവസമായേ ഉള്ളൂ. എത്ര വർഷമായെന്ന് പറഞ്ഞു തന്നു. നല്ല ഫോട്ടോ എടുക്കട്ടെ. ഞാൻ ഇവന്മാരെന്തായാലും നല്ല കാറൊക്കെ തന്നു. എനിക്ക് നല്ല ഫോട്ടോ എടുക്കണം. തമ്പനയിൽ നമ്മൾ സെറ്റാക്കട്ടെ. സെറോക്സ് വന്നു. ഷാസ്മിൻ വൈറ്റി പറഞ്ഞോ. കണ്ട ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ടിരിക്കണം അല്ലേ. സംഭവം നല്ല ഫോട്ടോ എടുക്കട്ടെ. ഇത് ഫോട്ടോ എടുത്തില്ലേ പിന്നെ എന്തിനാണ്? എടാ നിങ്ങൾ ലൈവും കൂടെ കാണുവാണോ? അതാണ് എനിക്കിപ്പോഴും സംശയം. നിങ്ങൾ ലൈവും കണ്ടോട്ട് എങ്ങനെയാണ് കളിക്കണത്?
എനിക്ക് 2 ഫോണുണ്ടോ? 2 ഫോൺ കാണും, അതാണ്, ചുമ്മാ അല്ല. ഹൈ ബ്രോ, ഹൈടാ. ഹായ് സെറി ബ്രോ, ലൈവ് എങ്ങനെയാ ഇടേണ്ടത്? ലൈവ് ഇടേണ്ടത് എങ്ങനെയാണ്? അവിടെ ലൈവ് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വണ്ടി ഇഷ്ടപ്പെട്ടാൽ അദ്വൈതം അവിടെ വണ്ടി എല്ലാം ഡബിളി. ഞാൻ എന്ത് പറയും, ഇവിടെ കാരണം വണ്ടി എല്ലാം ഡബിളി അല്ലേ, ഒരെണ്ണം പോലും അഴിക്കാതെ എനിക്ക് തോന്നിയില്ല. കാർ കിട്ടിയോ? ഇല്ല കിട്ടിയില്ല. നീ തന്ന? ഇല്ലല്ലോ. ഇല്ല. പറ എങ്ങനെയാടാ നീ ലൈവ് ആണ്? എടാ ശാസ്വൈറ്റി ഒരു ആപ്പ് എടുക്കുക, പ്രിസം എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് യൂട്യൂബിൽ പോയിട്ട് പ്രിസം ലൈവ് ട്യൂട്ടോറിയൽ അടിച്ചാൽ കിട്ടുമോടാ. അത് അല്ല പറയാനായിട്ടാണ് വലുതായിട്ടൊന്നും ഇല്ല, ഭയങ്കര പാടൊന്നും അല്ല, ലൈവ് ഇടാൻ എളുപ്പമാണ്. ഈ സ്ട്രീം കീ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് നൈസായിട്ട് ഇട്ടാൽ മതി. സ്ട്രീം കീ വെച്ച് തന്നെയാണ് നല്ലത്. സ്ട്രീം കീയും നീ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യണം എങ്ങനെയാണ്, അത്രയും ടൈപ്പ് ചെയ്യണം അങ്ങനെ. നീ ഇപ്പോൾ ലൈവ് കാണണമെങ്കിൽ അത് മനസ്സിലാക്കല്ലേ. ഇപ്പം എന്തെങ്കിലും ഫോക്സെ നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ? ഇപ്പം തന്നെ വേണം അവിടെ, ഇപ്പോൾ വേണം. ഈ സുപ്ര ഫുൾ കിറ്റ് മോഡിഫൈഡ് ആണ്. ആ പോളോ ഉള്ളവർ എൻ്റെ കൂടെ വന്ന ആണ് എൻ്റെ ഫ്രണ്ട്. ഏതാണ് എത്താണ് ക്ലാസ്? എന്നാ ക്ലാസ് എന്തൊരു ക്ലാസ് ഓടാവോ? എടാ ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ട് വരാം. ഞാൻ ഒരു വണ്ടി വാങ്ങിയിട്ട് വരാം. ഇപ്പം എല്ലാ ടൈപ്പിംഗ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നല്ല ഫോട്ടോ കിട്ടി. എടാ നീ ക്ലാസ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ലടാ. ക്ലാസ് എന്തായാലും ഞാൻ ക്ലാസ്സിലൊന്നും പഠിക്കുന്നില്ല, നമ്മളൊക്കെ മുതിർന്ന വ്യക്തികളാണ്, മനസ്സിലായില്ലേ? യോ വേഗിലോട്ട് പോണ്. എടാ അവൻ എവിടെ പോയി? ആ പോളോ ഉള്ളവൻ മണ്ടൻ. ടർബോ സ്നെയിൽ ഡിസൈൻ കളഞ്ഞു ഇത് ആക്കിയ മണ്ടൻ അവൻ. ഇടിക്കല്ലേ മുത്തേ, ഇടിക്കല്ലേ. എടാ വണ്ടി എനിക്ക് ഏതാവരത്തെ സെയിൽ വാന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് പോയാ. അവൻ അങ്ങ് പോയല്ലേ, മുന്നേ പോയി. ബ്രോ ഹലോ, പറഞ്ഞോ. എടാ വല്ല ചാറ്റ മിസ്സായ ഒന്നും പറയില്ല. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്നതിടെ ചാറ്റ് ഇപ്പോൾ പറ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം പെട്ടെന്ന് ഇതായാലേ, മനസ്സിലായില്ലേ? അത് വല്ല മിസ്സായപ്പോൾ നമുക്ക് പിന്നെ നോക്കാം. അത് തന്നെ. വന്നല്ലോ, ഞാൻ വന്നു 256 GB കിട്ടിയടാ. കിട്ടി. കോപ്പി വെച്ച് എടുത്തടിക്കാൻ പേസ്റ്റ്. താങ്ക്സ്ടാ മുത്തേ. എടാ ഞാൻ നിങ്ങൾ ഇങ്ങനെ എന്താ എന്തോ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും കാറാക്കുമല്ലേ, എന്തോന്ന്. അദ്വൈത് വാ ബ്രോ വാ. ബ്രോയ്ക്ക് എത്ര വണ്ടി ഉണ്ടായിരുന്നു? എടാ എനിക്ക് 5 4 ഈ ഗെയിം തുടങ്ങാൻ കിട്ടണ 1-2 വണ്ടിയേ ഉള്ളായിരുന്നു മുത്തേ. ഇപ്പം 10, 12, 15 വണ്ടിയെങ്കിലും ആയി കാണും, നിങ്ങൾ തന്നെല്ലാം കൂടെ കൂട്ടി. ഞാൻ ടർബോസ് 9 ഫുള്ളാക്കിയിട്ടില്ല, പറ ഷാസുവിനെ. ഓക്കെ എടാ എല്ലാവരും വന്ന ഇനി കേട്ടോ. ഇവന്മാരടുത്തൊരു നന്ദി പറഞ്ഞോളാം. ഇവന്മാർ വന്നത് വലിയ കാര്യമാണ്. വെച്ചാൽ ലൈവ് കണ്ട് ഗെയിമിൽ കയറി ഇപ്പം എനിക്ക് വേണ്ടി എന്നെ കാണാല്ലേ, എൻ്റെ റൂമിൽ കയറണം വെച്ചാൽ അവന്മാർ കയറിയില്ലേ, അതൊരു നല്ല കാര്യമല്ലേ മുത്തേ. അവർ സ്നേഹം കൊണ്ട് വന്നതല്ലേ, അതിനൊരു നന്ദി നമ്മൾ പറഞ്ഞു പറ്റും. എടാ ഞാൻ എന്നാൽ ഇറങ്ങിയേക്കും. എടാ ഇറങ്ങട്ടെ, എടാ ഇറങ്ങണേ ആണേ. ഇല്ല എടാ ഞാൻ മെനു വന്നോട്ടെ. ബ്രോ അദ്വൈത് ബ്രോ എനിക്കൊരു കാർ തരുമോ നോക്കാം. എടാ ഇപ്പം എൻ്റെ അടുത്ത് നീ ആ കാർ ചോദിച്ചായിരുന്നല്ലേ അരുൺ നായർ. ഇപ്പം എനിക്ക് നിനക്ക് കാർ തരാൻ പറ്റുന്നത് വെച്ചാൽ എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് തന്ന കാർ ഞാൻ നിനക്കെടുത്ത് തരത്തുണ്ടായില്ല. കാരണം വെച്ചാൽ എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ തരാതെ കേട്ടോ. എനിക്ക് കാറിന് ഞാൻ പവിൽ റിച്ചാകുമ്പോൾ നിനക്ക് തരാം. അപ്പം നീ വരുവാണേ മുത്തേ. ഇപ്പം കണ്ട ഇപ്പം എത്ര വണ്ടി? 16 വണ്ടിയുണ്ട്. 6 വണ്ടി ഈ ഒരൊറ്റ ലൈവിൽ തന്നെ എനിക്ക് കിട്ടിയേട്ടാ.
6 വണ്ടി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ഒറ്റ വണ്ടി കൂടെ തന്നെ എനിക്ക് ഈ ഒരു ഒറ്റ ലൈവിൽ കൂടെ തന്നിട്ടുണ്ടേ. എന്ത് പറയട്ടെ മുത്തേ ഇതിനെ. റെഡ് ഫോക്സ് ബ്രോ എന്തെങ്കിലും വണ്ടി വേണമെങ്കിൽ ഇപ്പം പറയടാ. നീ എനിക്ക് ഒരുപാട് തന്നടാ. ഞാൻ ഇനി നിൻ്റെ അടുത്ത് എങ്ങനെ ചോദിക്കണം? നീ എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, മനസ്സിലായില്ലേ? ഞാനിപ്പോൾ എന്തൊരു പറയണം? 19 ലക്ഷം ആയാ? 19 ലക്ഷം ആയാ? ഞാൻ ഒരു കാർ ഒരു വണ്ടി നോക്കിച്ചാണ് കിട്ടി, അത് വാങ്ങിക്കാൻ പറ്റില്ല നോക്കട്ടെ. 19 ലക്ഷം ആയില്ലേ? എടാ ലക്ഷങ്ങൾ തന്നവൻ താങ്ക്സ് കേട്ടോ. ഞാൻ അത് പറയാൻ വിട്ടുവെങ്കിലേ, ലക്ഷങ്ങൾ തന്ന ആൾക്കും താങ്ക് യു. എനിക്ക് ഒരു വണ്ടി നോക്കി വച്ചേക്ക് വരുന്നു. അതേത് ഒരു വാഹനം, ആ വാഹനം ഞാൻ നോക്കട്ടെ പൈസ ആയാന്തോ. എടാ 1000 കോയിനാ? ശേ ലൊട്ട. ഇതിനാ? ഇത് 1000 രൂപയെ? എടാ ഇത് കോയിൻ ലൊട്ടായിരുന്നു. എനിക്ക് മാറട്ടെ. കാർഗോയ്ക്ക് ഇത് പറ്റിയല്ലേ? എടാ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊരു നിമിഷം പോയിരുന്നുള്ളൂ, അതാണ്. എടാ നിൽക്കുക ഇതിൽ. എടാ ഇപ്പം നിങ്ങൾ ലൈവ് കാണുമല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. നിങ്ങൾ പറയണ ഒരു വണ്ടി 19 ലക്ഷത്തിനകത്തുള്ള ഒരു വണ്ടി നിങ്ങൾ പറഞ്ഞാൽ എടുക്കാം. നിങ്ങൾക്കാണ് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്നതല്ലേ? ഞാൻ ബസ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ബസ് 1000 കോയിൻ. അതിന് കുറച്ച് കാലം കഴിഞ്ഞ് എടുക്കാം. കാരണം വെച്ചാൽ ബസ് എടുക്കണമെങ്കിൽ വേണ്ടി വരും, കോയിൻ വേണ്ടേ. അത് പിന്നെ നോക്കാം. ഇപ്പോൾ എന്തായാലും നിങ്ങളൊരു വണ്ടി പറ. 19 ലക്ഷത്തിനകത്തൊരു വണ്ടി പറ മുത്തേ, ഞാൻ അതെടുക്കാം. നമ്പർ പറയണേ കേട്ടോ, നമ്പർ പറ. ഇന്ന വണ്ടി എന്ന് പറഞ്ഞ് ചിലപ്പം കറക്റ്റ് എടുക്കാൻ ഇതാവും. അതുകൊണ്ട് നമ്പർ പറ. ഇപ്പം നമ്പർ 137 138 അങ്ങനെ പോകണില്ല. അതിൽ നിങ്ങൾ നമ്പർ പറ. അല്ലേ ഇപ്പോൾ കാണില്ലേ? പറടാ 19 ലക്ഷം. ഇപ്പം നമുക്കൊരു വണ്ടി ഫസ്റ്റ് എടുക്കണം. ഒരു വണ്ടി എടുത്തേ പറ്റും. ഞാൻ ബ്രോയ്ക്ക് കാർ തരാം. എടാ മതിയടാ, നിങ്ങളെ തന്നതൊക്കെ എന്ത് സന്തോഷമാണ്. നിങ്ങൾ തരണം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങളിങ്ങനെ എനിക്ക് കാരണം നിങ്ങളെ ഉണ്ട്. അതാണ് ഞാൻ തന്ന കാർ എങ്ങനെയുണ്ട് ഈ ആടി? നിങ്ങൾ തന്ന വണ്ടിയെല്ലാം കൊള്ളാടാ അദ്വൈത് ബ്രോ. 138 138 138 137. എടാ 138 പൈസടാ. അത് അദ്വൈത പൈസ റിയൽ മണി കണ്ട ഒറിജിനൽ പൈസയാണ്. അതാണ് കൊള്ള സാധനം, കൊള്ളാം. 138 ഇതല്ലേ? ഇത് 136, ഇത് 137 138. അത് തന്നെ 139 കിട്ടും. 139 എടുക്കട്ടാ. 119 15,95,000. എൻ്റെ ഫുള്ളുണ്ട്, അതാണ് ബ്രോയ്ക്ക് തരുന്നത്. ഓക്കേടാ, ഓക്കെ. 139 എടുക്കട്ടെ. അപ്പോൾ ഉറപ്പില്ല, എല്ലാവരും കൂടെ പറ. ഞാൻ ഒരാൾ മാത്രം പറഞ്ഞ് എടുക്കട്ടാ. 139 ബൈ ചെയ്യുവാണെങ്കിൽ ഞാൻ സെറ്റാക്കി തരാം. 139 എടുക്കട്ടാ. 139 എടുക്കാം, ഞാൻ സെറ്റാക്കാം. എന്നാൽ ഓക്കെ. അപ്പോൾ എടുക്കുവാണേ. അവസാനം ഇനി ലൊട്ട പറയില്ലേ, ഞാൻ എടുക്കുവാണേ. ബൈ 139 തന്നല്ലേ. ഒന്നുകൂടെ നോക്കാം. 138 139. ലെറ്റ്സ് ഗോ ബ്രോ. 139 എടുത്തിട്ടുണ്ടേ മുത്തേ. ഞാൻ എടുത്തിട്ടുണ്ടേ. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടൊരു വണ്ടി എടുത്തിട്ടുണ്ടേ. എടാ ഈ പൈസ തന്ന ആൾക്കാർക്കും താങ്ക് യു കേട്ടോ. നിങ്ങൾ കുറേ പൈസ തന്നുകൊണ്ടാണ് എനിക്ക് കാർ എടുക്കാനും പറ്റി. അതിനൊരു താങ്ക് യു. ഞാൻ ഇപ്പോൾ ലൈവിൽ താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഇതിനകത്ത് തന്നെ. ഓടിക്കണം താങ്ക് യു. എടാ എനിക്ക് ഈ വണ്ടി നിങ്ങൾ ആരെങ്കിലും ഒന്ന് പണിഞ്ഞു തരുമോടാ? ഒന്ന് പണിഞ്ഞു തരൂ. ഞാൻ പൈസ ഇപ്പം എന്നെ 3 ലക്ഷമാണ്. നിങ്ങൾ വേണേൽ 3 തരാം. അത് തരാം, നിങ്ങൾക്ക് 3 തരാം. അതിൽ കൂടുതൽ ചോദിച്ചാൽ എൻ്റെ തരാം. നമുക്ക് എന്നെ നല്ല രീതിയിൽ പണിയാവുന്ന ആരെങ്കിലും ഉണ്ടേ ഒന്ന് വാടാ. സിറ്റി പോരാടാ. സിറ്റി അവിടെ അയ്യോ മാറിപ്പോയി ലൊട്ട. ഞാൻ പാസ്വേഡ് ഒന്നും ഏതായാലും ലൊട്ടേ ചെന്ന് കയറി കൊടുത്ത്. ബ്രോ ഞാൻ എടാ എന്താണ് പണിയാൻ വേണ്ടിയിട്ട് മത്സരമോടാ മുത്തേ. ഇവിടെ എനിക്ക് ഇപ്പോൾ ഒന്നുകൂടെ ഇറങ്ങേണ്ടി വരും. ഇത് ലൊട്ട കണക്ക് ഏതാ ലൊട്ട റൂമിൽ ചെന്ന് കയറി കൊടുത്ത് പാസ്വേഡ് അടിക്കാതെ. എടാ ലൈവ് ഇടുമ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ഇട്ട് കളിക്കുകയാണ് നല്ലത്. മറ്റേ ഗ്രാഫിക്സ് ഇട്ട് എനിക്ക് കളിക്കാൻ പറ്റും, പക്ഷേ ലൈവ് ഇടുമ്പോൾ അതിൻ്റേതായ ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്. അതാണ് സ്റ്റാർട്ട്. എടാ ഇത് പണി ഒരു നേരം എടുക്കൂടാ. എനിക്ക് മോഡിഫൈ സംഭവം ഒട്ടും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് പാസ്വേഡ് കണ്ടല്ല. ഇനി കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് പറയല്ലേ. സിറ്റി പാസ്വേഡ് എല്ലാം സെറ്റാണേ. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടേ. നിങ്ങൾ വന്നോ. ലെറ്റ്സ് ഗോ ബ്രോ. എടാ 8 വ്യൂസ്. ഞാൻ എങ്ങനെ നന്ദി പറയും? 8 വ്യൂസ് ഇപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ സ്ട്രീമിൽ കാണണം. നന്ദിയുണ്ട് മച്ചാന്മാരെ. എനിക്ക് പ്ലീസ് എടാ, ഞാൻ വണ്ടി പണിയാൻ നിങ്ങൾക്ക് നല്ല ആരായാലും മതിയടാ. എനിക്ക് നിങ്ങളൊക്കെ ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ ഇനി എടുത്തുകൊണ്ട് പോകില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങനത്തെ ലൊട്ടകളൊന്നുമല്ലെന്ന് എനിക്കറിയാം. കാരണം വെച്ചാൽ
നിങ്ങൾ എനിക്ക് പണിഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമില്ലടാ. നിങ്ങൾ നിൽക്കേ കേലപ്പൂവിന് കൊടുത്താൽ മതി. എടാ നിങ്ങൾ ആരെന്ന് വെച്ചാൽ പണി അറിയുന്നവർ വന്നോ മുത്തേ. എടാ ഇപ്പം എൻ്റെ അടുത്ത് ആര് നന്നായി ആരെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരണോന്ന് ഞാൻ കൊടുക്കാം. എന്ന് വെച്ചാൽ പണിയാൻ കൊടുക്കാം, എന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുക്കാം. എൻ്റെ അടുത്ത് വരണോന് മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുക്കാം. ഞാൻ സെറ്റാക്കും. എടാ നിങ്ങൾ ഒരു കാര്യം പറ, ഇത് എത്ര നേരം എടുക്കൂടാ? ഒരുപാട് നേരം എടുക്കൂ, മണിക്കൂറുകൾ എടുക്കൂ, അതാ പെട്ടെന്ന് നടക്കൂ. സമയം എടുക്കുമല്ലേടാ, എനിക്കറിയാം. നല്ല പാടാണ് ഇത് ചെയ്യാൻ, എനിക്കറിയാം. അത് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ പറ എത്ര നേരം എടുക്കും? ഒരുപാട് നേരം എടുക്കൂ, അല്ലേ ഞാൻ സാഡാകും. എടാ നീ കയറി വാടാ, നമ്മൾ എൻ്റെ അടുത്ത് വാ. നീ അല്ല ഇപ്പം നീ ആദ്യം ആരെന്ന് വെച്ചാൽ പണിഞ്ഞ് നന്നായിട്ട് പണിഞ്ഞു തരാൻ പറ്റുന്ന ഒരു മനസ്സുകൊണ്ട് ഉറപ്പുള്ളമാരുണ്ടെങ്കിൽ ഇനി വാ, നമുക്ക് പണിയാൻ തരാം. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങൾ ലൊട്ടത്തരം കാണിക്കുമെന്ന് എൻ്റെ ഒരു മനസ്സ് പറയണത്. ലൊട്ടത്തരം കാണിച്ചാൽ എനിക്ക് ഫീലാവും. ഷാസി മുഹമ്മദ് ബ്രോ പറഞ്ഞോ. ഞാൻ വരാൻ പോകല്ല. എടാ ഞാൻ എവിടെയെങ്കിലും പോവുകടാ. ലോറി വേണോ മച്ചാനെ? ഞാൻ ഒന്നും പറയണ, നീ വേണേൽ കൊണ്ടുവന്ന് എനിക്ക് നിങ്ങൾ തരണേ തന്നോടാ മുത്തേ. അതിലെ എന്തിനു പറയാം, എനിക്ക് തന്നെ തരണം. എടാ നിൻ്റെ ID ഏതാണ്, നിൻ്റെ ഇതേതാണെന്ന് പറഞ്ഞാണ്ടാ. ലോറി വേണം, നീ ലോറി തരണേ തന്നോടാ. ഞാൻ ഇപ്പം എന്തിനു പറയാം, നിനക്ക് വേണ്ടെങ്കിൽ തന്നോ, അല്ലേ ഇപ്പോൾ എനിക്ക് എന്തിനു പറഞ്ഞാൽ ഈ കാർഗോയ്ക്ക് ആവശ്യം വരും. പ്ലെയർ BHC കേലപ്പോ. നീ കേലപ്പോ വരുന്നാ? കേലപ്പോ. പ്ലീസ് സിറ്റ് ഇൻസൈഡ് യുവർ കാർ. ഓക്കെ സിറ്റ് ഇൻസൈഡാ, മനസ്സിലായില്ലടാ മൊത്തേ. ഞാൻ കയറിയില്ല എൻ്റെ കാറിൽ. എന്ത് സംഭവിച്ചു? KL ടോം. ഇതിപ്പോൾ ആരാണ് ഞാൻ ഫ്രണ്ട് ഇരിക്കണ? KL ടോം. അവൻ്റെ വണ്ടി കൊള്ളാമല്ലേടാ ചനെ, അവൻ്റെ വണ്ടി കൊള്ളാടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാര്യം പറയാമല്ലോ. കൊള്ളാം. എന്തിനാ ഒരു സംഭവം വ്യത്യാസം തോന്നുന്നുണ്ട്. ലോറി വേണോ? എടാ ലോറി വേണോന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചില്ലടാ. എനിക്ക് ബസ് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ബസ് ഞാൻ നോക്കാം. സോറോ ആണേ ഓടാ. ഓക്കെ ടോമേ, ഓടാ ടോമേ. എക്സ്ചേഞ്ച് അടിക്കാനാ? മനസ്സിലായില്ലടാ. എക്സ്ചേഞ്ച് അടിക്കാൻ കൊള്ളാം. പിന്നെ കൊള്ളാല്ലേ, കൊള്ളാടാ. W. എടാ എക്സ്ചേഞ്ച് അടിക്കാനാ? എക്സ്ചേഞ്ച് നിനക്ക് നീ അടുത്ത് പോലും വന്നില്ലേ നീ മുത്തേ. ലോറിയും കൊണ്ട് ഏതാ കിട്ടിയാ എനിക്കത്. എടാ നീയൊക്കെ എന്നെ കരയിപ്പിക്കുവാടാ, ഞാൻ കാര്യം പറയാം. നീയൊക്കെ എന്താടാ ഇങ്ങനെ, നിങ്ങൾ എന്ത് സോടാ, നിങ്ങൾ ഒരുത്തനെ കരയിപ്പിക്കാനാണ്, നിങ്ങൾ എന്ത് സന്തോഷിപ്പിച്ച് കരയിപ്പിക്കണം മുത്തേ, കാര്യം പറയാമല്ലോ. ഇതുപോലെ ക്യാഷ് കിട്ടാൻ സൈലോൺ കിട്ടിയടാ. താങ്ക്സ്. എടാ ഞാൻ ലൈവ് ടൈമും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞാണ്. നിങ്ങൾ ഇത്രയും പേര് കാണുമല്ലേ? ഞാൻ ലൈവ് എപ്പോൾ ഇട്ട് വൈകുന്നേരം തൊട്ട് നൈറ്റ് വരെ ആ ഒരു ടൈം വേണോ? അതോ രാവിലെ തൊട്ട് ഉച്ച ആ ഒരു ടൈം വേണോ? മോർണിംഗ് വേണോ നൈറ്റ് ആ ഒരു ടൈം വേണോ? അതും കൂടെ നിങ്ങൾ പറഞ്ഞേ. ഞാൻ പോൾട്ടായിരുന്നു, എല്ലാവരും പോയി പോൾ ചെയ്താണ്. ചാനലിൽ മറ്റേ പോസ്റ്റ് പോയിട്ട് പോൾ ചെയ്ത് തരും കേട്ടോ. പോൾ ചെയ്ത് തരാം, ഞാൻ പറയാം. അതും കൂടെ ചെയ്ത് തരും കേട്ടോ. നമുക്ക് എല്ലാവരും കൂടെ സൗണ്ടിനനുസരിച്ച് കൂടെ ഇടാം. അത് മനസ്സിലായില്ലേ? സൗണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ടേ ഒന്ന് പറഞ്ഞേക്കണേടാ. എടാ എടാ KL അപ്പു എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രോ ആർക്കും വണ്ടി കൊടുക്കല്ലേ, എവിടെ എനിക്ക് തരണേ എൻ്റെ അടുത്ത് ചാറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആളെ ഇവിടെ കണ്ടില്ലേ? റൂമിലുണ്ട്. അപ്പു എവിടെ? ഞാൻ കണ്ടില്ലല്ല. പ്ലീസ് സിറ്റ് ഇൻസൈഡ് യുവർ കാർ. മനസ്സിലായില്ലടാ. അതെന്ത് എൻ്റെ കാറിന് ഇൻസൈഡ് എന്ന് കാണിക്കണ? അപ്പു എവിടെ? അപ്പു എവിടെടാ? എടാ എടാ അപ്പു നീ ഇപ്പം ഇവിടെ കണ്ടില്ലേ നിന്നെ? ഞാൻ ഇപ്പം ചോദിക്കാൻ പോണ്, ആരെങ്കിലും തരുമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയോ. നീ ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടില്ലേ? ഈ കാർ ആരെങ്കിലും WI മോഡിഫൈ ചെയ്തു
തരുമോ? റെഡ് ഫോക്സ് എൻ്റെ കൂടെ വാടാ. ഒരു മിനിറ്റ് സൈലൻസ്, ഒരു മിനിറ്റ് സൈലൻസ്. MMAZ ഫസ്റ്റ് ഹായ്. എടാ നിന്നെ രാവിലെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണം. നീ ഇപ്പോൾ ഇപ്പോഴല്ലേ വന്ന്? ആ പറ്റും, ഞാൻ സെറ്റാക്കി തരാം എൻ്റെ പോലെ. സൈലോൻ എന്താ പോലീസ് കാർ വേണോ? എടാ നീയൊക്കെ എടാ എന്താടാ നടക്കണം ഇവിടെ? എൻ്റെ അസപ്റ്റ് ചെയ്ത് എടാ നിന്നെ ഒന്നും കാണാൻ പോലും ഇല്ല. അസപ്റ്റ് ചെയ്യാൻ ഞാൻ കണ്ടാ മുത്തേ, ഞാൻ ഇവിടെ കണ്ട നിന്നെ. വേണ്ട അപ്പു ഇവിടെ റൂമിൽ ഉണ്ടെന്ന് പോലും ഇപ്പോൾ കാണിക്കണില്ല. അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എന്ത് പറയേ? പറ്റും, ഞാൻ സൈലോന് കൊടുക്കട്ടോ. സൈലോന് നിനക്ക് വിഷമാവോടാ? ഞാൻ സൈലോന് കൊടുത്തോട്ടാണ്. പക്ഷെ നിന്നെ ഇവിടെ കാണാൻ പോലും ഇല്ല. നിനക്ക് തരണേ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ നിന്നെ കാണാൻ പോലും ഇല്ലല്ലോടാ. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കണം. നീ പറ, നിനക്ക് നീ വന്നാൽ നിനക്ക് തരാം. എനിക്ക് വിഷമമൊന്നുമില്ല. ആരായാലും നന്നായിട്ട് ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷം. കൊടുത്തോ? ഓക്കെ, നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോടാ. അപ്പം ഞാൻ കൊടുത്തേക്കാം. നിന്നെ കണ്ട പോലും ഇല്ല. നീ അവിടെ വന്നായിരുന്നു. നിന്നെ നേരത്തെ റൂമിൽ കണ്ടാൽ ഇപ്പോൾ കാണാനില്ല. കുഴപ്പമില്ല. ഓക്കേടാ, ഓക്കെ. കാർ എക്സ്ചേഞ്ച് അല്ല, കാർ സെൽ കാർ $1. കാർ പർച്ചേസ് ഓഫർ സെൻഡ്. ഇതെന്തിലൊട്ടെ ഞാൻ പോണേ? എക്സ്ചേഞ്ച് കൊടുക്ക്. വന്നായിരുന്നു. കാർ നോട്ട് സോൾഡ്. സെൽ വേണ്ട, എക്സ് മതി. ഓക്കെ ഓടാ ശരിയുക. കൺഗ്ലീഷൻ ചെയ്യണേ ന്യൂ കാർ. താങ്ക്സ്. അത് പാരാണ് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. താങ്ക് യു. എക്സ്ചേഞ്ച് അല്ലേ? എക്സ്ചേഞ്ച് കൊടുത്തടാ. കാർ എക്സ്ചേഞ്ച് കൊടുത്ത്. മുത്തേ സൈലോനെ, നീ ഇപ്പോൾ ലൈവ് കാണുവാണെങ്കിൽ നിന്നെ വിശ്വസിച്ചാണ് തന്നേക്കണം. ലൈവ് കാണുന്നവരും നിന്നെ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. നീ ഇപ്പം കൊണ്ടുവരണതനുസരിച്ചാണ് നിനക്ക് ഇതാവാൻ പോകണം. W ആയിരിക്കും എല്ലായിരിക്കും ചാറ്റെ കൊടുത്തിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട് മുത്തേ. ലെറ്റ് സി. അത് തന്നെ, ലെറ്റ് സി മുത്തേ, ലെറ്റ് സി. ഓടാ. ഇവൻ്റെ കാറേ ഒരു ചുവന്ന കറുത്ത കാറല്ലായിരുന്നാടാ അവൻ്റെ. എൻ്റെ ഒരു കറുത്ത കാറല്ലായിരുന്നു അത്. ഞാൻ ഇതാണ്. അയ്യോ, എനിക്ക് ഇതിനിടെ നേരെ ആരോട് തന്നായിരുന്നു ഒരു കാറ്. എടാ അവൻ്റെ കാർ ഏതാ? അടുത്ത ലൊട്ടയായ എന്തോ ബ്രോ സൈലോൻ കൊണ്ടുവരും. എടാ കൊണ്ടുവരും അതല്ലടാ ഞാൻ പറഞ്ഞത്. ഇവൻ തന്ന കാർ ഏതായിരുന്നു? സൈലോൻ്റെ ഇരുന്ന കാർ ഇത് തന്നെയായിരുന്നാ? സൈലോ എനിക്കിപ്പോൾ ഒരു കാർ തന്നായിരുന്നു. ഏതായിരുന്നു? ഞാൻ ലൊട്ടത്തലയിൽ പോയാൽ എന്തോ. ഇതല്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ മുത്തേ. സൈലോൻ്റെ കാർ എനിക്ക് നോക്കണം. ലൈവ് നോക്കിയാലോ? ഇതൊന്നും അല്ല. എടാ ഇതല്ലായിരുന്നു സൈലോൻ്റെ? അത് തന്നെ. ഓക്കെ. എടാ ഇത് തന്നെയല്ല, ഒന്ന് ഉറപ്പിച്ചാണ്. നിങ്ങളൊന്ന് ഉറപ്പിച്ചാണ്ട്രാ. ഇത് തന്നെയല്ല തന്നെ? അത് തന്നെ. ഇത് തന്നെയല്ല ഉറപ്പിക്കാമല്ലോ. ബ്ലാക്ക് ആടി. ഓക്കെ ബ്ലാക്ക് ഓടി. ഓക്കെ ഉറപ്പിച്ച് ഇത് തന്നെയല്ല. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും റൂമിൽ കയറാം. കാറ് മാറിപ്പോകാൻ പാടില്ലല്ലോ, അതാണ്. എനിക്ക് കുറേ കാറ് കിട്ടിയോണ്ടേ പെട്ടെന്ന് മാറിപ്പോയെന്നൊരു സംശയം. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്തൂടെ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്ത് സംശയം? ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് ചാറ്റ്. അപ്പോൾ വീണ്ടും ലൊട്ട. ഞാൻ ഓർക്കാതെ സ്റ്റാർട്ട് കൊടുത്ത് കയറി. ഇനി വീണ്ടും ബാക്ക് അടിച്ച് വരണം. ഞാൻ ശ്രദ്ധിക്കാനില്ലടാ. ഞാൻ ഇത് പെട്ടെന്ന് അങ്ങ് ചെയ്തു കൊടുത്ത്. ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ആക്കണം. ഞാൻ ശ്രദ്ധിച്ചില്ല. ബ്രോ മുത്തൻ. ഇതൊരു മുത്തനാ? മനസ്സിലായില്ലടാ. ഇതൊരു മുത്തനാ? മനസ്സിലായില്ല. അത് ഉദ്ദേശിച്ച നീ ഓൺലൈൻ ഗെയിമിൽ പാസ് ഇട്ട് കയറാം. എടാ സൈലോൻ്റെ വർക്കിന് ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങളെന്തെങ്കിലും നോക്കാം. നന്നായിട്ട് ചെയ്യും. നന്നായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോഴും ഈ സെർവർ ID ഈ പാസ്വേഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കണ്ടല്ലോ, ഇതാണ് സാധനം. റൂം ഇട്ടിട്ടുണ്ട്. കയറി വന്നോ. ബസ് വേണോ? എടാ ബസ് വേണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ ബസ് ഞാൻ ആഗ്രഹിക്കണം എന്തിനാണെന്ന് അറിയാമോ? അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരെയും ഒരു വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാം.
മനസ്സിലായില്ലേ? ഗ്യാങ് ആയിട്ട് ഒരു ബസ്സിൽ ഒരു 10 പേരെയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് എല്ലാവർക്കും ആ ഒരു വണ്ടിയുടെ ചുറ്റും നിന്ന് ഇതാക്കാം. മനസ്സിലായില്ലേ? സെറ്റാക്കാം, ഫോട്ടോ എടുക്കാം. അതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഈ ബസ് വാങ്ങണമെന്ന രീതിയിലുള്ള നിന്ന. നാളെ ലൈവ് നല്ല ലൈവ് ഇടുന്നു. ഈ ലൈവ് അഴിക്ക് നല്ല ഈ ലൈവ് എന്താ ആയിട്ടാണ് നല്ല ലൈവ് ഇടുന്ന. നാളെ ലൈവ് ഇടുന്നാണ്. എടാ ഇനി എന്നും ലൈവ് ഉള്ള കാര്യം പറയല്ല. ഇനി എന്നും ലൈവ്, സത്യം അല്ലേ? എന്നും ലൈവ്. കൊടുക്ക് ഷാസ്വിൻ. ആരിപ്പോൾ കയറിയ സൈലോ വന്നിട്ടുണ്ട് കേട്ടാ. 6 പേര് ലൈവ് ആണോണ്ട്. നിങ്ങളെ കടുത്ത് എങ്ങനെയാണോ നന്ദി പറയണം. എനിക്കിതൊക്കെ വാച്ച് അവറിലോട്ട് വരുമെന്ന് എൻ്റെ ഒരു വാച്ച് അവർ വരട്ടെ. അതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടണം. ലോക്കാണല്ലേ ഇത്. ലോക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെയാണല്ലേ സൈലോൺ. വന്നല്ലോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ. ഡബ്ല്യു കൊള്ളാം. എടാ വർക്ക് ഓക്കെ അല്ലേടാ? ഈ സെയിം ആക്കിയാൽ മതി. കാരണം ഇതിൻ്റെ ആ സെയിം ആക്കിയാണോ ഇമാർക്ക് ഇത്ര ഫാസ്റ്റ് ചെയ്യണ്ടാ. സത്യം പറയല്ല, ഇത്ര ഫാസ്റ്റ് ചെയ്ത് വെച്ചേക്കണ്. സ്റ്റിക്കർ അടിക്കണോ? എടാ നിൻ്റെ ഇഷ്ടോടാ, നിൻ്റെ ഇഷ്ടം. നീ അടിക്കണേ അടിച്ചേര്, അടിച്ചോ, നിൻ്റെ ഇഷ്ടം. ഡബ്ല്യു ആക്കിയാൽ മതി. ആക്കില്ല ഡബിൾ സ്റ്റിക്കർ ഞാൻ ചെയ്യാം. നിനക്ക് ഞാൻ ഒരു വണ്ടി തരണം. പിന്നെ ഞാനൊരു വണ്ടി തരാം. ഇപ്പോഴും ഞാൻ പറയാനല്ല, പിന്നെ നാളെ ലൈവ് ഇടുമ്പോൾ നിനക്ക് ഒരു വണ്ടി തരാം. നീ നേരത്തെ വന്നാൽ ഇന്ന് നിനക്കൊരു വണ്ടി തരാം. നിനക്കൊരു വണ്ടി നിനക്ക് മാത്രം ഫുള്ളി പണി ഞാൻ തരാം. പോരെ? ഇപ്പം ഇതവൻ ചെയ്യുമല്ലേ, ഇനി പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി വേണ്ട. നിനക്ക് ഒരു വണ്ടി തരാം. പോരെ അരുണേ? നിനക്ക് റെഡ് ബോക്സ് ഒരു വണ്ടി നാളെ പണി ഞാൻ തരും. അത്രയേ ഉള്ളൂ, ഫുള്ളി പണിയാം. നീ എൻ്റെ അടുത്ത് എന്താണെങ്കിലും കാണിച്ചു വെച്ചോ. നല്ലൊരു വണ്ടി വെച്ചാൽ എൻ്റെ ഏതോ നല്ലൊരു വണ്ടി തരാം. ഏതെങ്കിലും ഉള്ളതിൽ നല്ലൊരെണ്ണം തരാം. പോരെ? ഹാപ്പി ആയില്ലേ? നാളെ എക്സാമാണ്. എടാ എക്സാം എന്ന് വെച്ചാൽ വൈകുന്നേരം നൈറ്റാണ് നമ്മൾ ലൈവ് ഇടുന്നത്. അപ്പം നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? നൈറ്റ് എല്ലാവർക്കും സീനില്ലല്ലേ? എടാ നിങ്ങൾ ആ ടൈമും കൂടെ ഒന്ന് പോൾ ചെയ്യട്ടെ. ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോൾ നിങ്ങൾ പോയി ചെയ്യുക. ഏത് സമയം വേണോ, മോർണിംഗ് വേണോ നൈറ്റ് വേണോ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി ചെയ്യട്ടോ. പോവല്ലേ കേട്ടോ? ഇല്ല പോണ്ട പോവില്ല. ഇതാര്? എടാ തലയോട്ടി. ഇതെന്തൊരു സാധനം? സീറോ കോയിൻ കിറ്റ് ആഡ് ആക്കാൻ പറ്റില്ല. എന്തോടാ എന്തെങ്കിലും ചെയ്തോണ്ട് കേട്ടോ. ഇപ്പോൾ ബസ് തരാം. എടാ നിങ്ങൾ എന്താണ് ഇത്ര സപ്പോർട്ട്? നിങ്ങൾ ഇത്ര സപ്പോർട്ടാണ്. നിങ്ങൾ എന്തിരി പറയട്ടടാ ചാറ്റ്. ഉള്ള പറയാനല്ലേ. ഇതിൽ കൂടെ നേരത്തെ വരാനുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഇതല്ലേ. ഇന്ന സമയത്ത് പറഞ്ഞു വെച്ചാൽ ഇന്ന സമയത്ത് വരും. സീറോ കൊള്ളാം. കൊള്ളാം നല്ല ചെയ്യുന്നുണ്ട്. മറ്റേ പെട്ടെന്ന് ചെയ്തല്ലേടാ. 5 മിനിറ്റ് പോലും എടുത്തില്ല. 2 മിനിറ്റ് കൊണ്ടാണ് അവൻ ചെയ്തുകൊണ്ട് വന്നത്. അതൊക്കെ ഇങ്ങനെ ഇത്ര ഫാസ്റ്റ് ചെയ്യും. അവരൊക്കെ മോഡിഫിക്കേഷൻ്റെ വലിയ ആളുകളാണ്. കാര്യം പറയാനല്ലേ. ബ്രോ എൻ്റെ കയ്യിൽ കോയിൻ ഇല്ല. എടാ നീ കോയിൻ വെച്ച് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഇത്രയും ചോദിച്ചോണ്ട് നിനക്ക് ഏതെങ്കിലും ഒരു വണ്ടി തരാം. നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തുകൊണ്ട് തോന്നുന്നു. എനിക്ക് മോശമായാലും അടിപൊളിയായാലും ഞാൻ ഒന്നും പറയില്ല. പോലെ നീ ചോദിച്ചോണ്ട് നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്. അല്ല നീ കോയിൻ വെച്ച് അതിഫിഗറായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ല. നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ഞാൻ ഒരു വണ്ടി നാളെ തരാം. ഇന്നിപ്പോൾ ഇനി കുറച്ച് ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴേ ഒരു വണ്ടി പെട്ടെന്ന് എടുത്തോണ്ട് തലേത്തി സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നാളെ വരെ പറഞ്ഞത്. മുത്തേ നിനക്ക് ഞാൻ എടാ നീ എവിടെ പേരുണ്ടടാ? ഷാസേ നീ ശ്വാസം. അതെ നീ ഡബ്ല്യു. എടാ ഞാൻ കിട്ടിയാടാ മുത്തേ? കിട്ടിയാടാ മുത്തേ? കിട്ടിയായിരുന്നു. അത് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. കൊള്ളാം കിട്ടിക്കൊള്ളാം. ആ പേരടിച്ചാണ്ട് അതിന് ഇഷ്ടപ്പെട്ട്. കണ്ട് എടാ കിട്ടിയാന്തോ? കിട്ടിയാ ഒന്ന് ലോബി കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ആ കാറേയും കിട്ടിയാൽ ഇനി പെട്ടെന്ന് വേണ്ടി എക്സ്ചേഞ്ച് അടിച്ചിട്ട് ഒന്ന് ഇതാക്കണം. കാർ എക്സ്ചേഞ്ച്. യു ഹാവ് ആൻ ആക്റ്റീവ് ഓഫർ. എടാ മനസ്സിലായില്ലടാ. നീ ഇപ്പോൾ ഓഫർ കിടക്കുവാണ്. എടാ ആക്റ്റീവ് ഓഫർ ഒന്ന് കാണിക്കണ്ടാ. എനിക്ക് ബഗ് അടിച്ചൊരു സെക്കൻഡ്. എനിക്ക് ബഗ് അടിച്ചൊരു സെക്കൻഡ് പോരാ.
വരാം. ഇതിൽ ബഗ് അടിക്കണ ലൊട്ടേണ്ടോ, കാര്യം പറയാല്ലേ. ഓക്കെ ഓക്കെ. ഇല്ല പോയില്ല 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 പോയില്ല. ന്യൂ റൂം ഇടുകട, ഇടാങ്ങട്ടെ. ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇടാമേ. ഒരു സെക്കൻഡ് വെയിറ്റ് ആക്കേ ശ്വാസേ. എടാ ഈ റൂമിൽ ആരും കാരണം കേട്ടോ. ഇത് ബഗ് അടിച്ചെന്ന് തോന്നുന്നു. എനിക്ക് ബസ് കിട്ടി കാണില്ല. അത് എനിക്ക് കിട്ടിയില്ല. അന്നേരം ബഗ് അടിച്ച്. ബഗ് അടിക്കണേണ്ടാ മുത്തേൽ ഒട്ടത്തരം. ബ്രോ ക്രിപ്പറാങ്ങി എന്തിനാ ക്രിപ്പറാങ്ങി കയറാന്നാ മനസ്സിലായിട്ടാ മുത്തേ? ഓ ഇറങ്ങി കയറാം, അത് തന്നെ. ഓക്കെ 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 വെയിറ്റ്. മുത്തേ ഒരു സെക്കൻഡ്, ഒരൊറ്റ സെക്കൻഡ് ഞാൻ ഒന്ന് ഇറങ്ങി കയറിയോട്ട്. ഒരൊറ്റ നിമിഷത്തെ കാര്യം കണ്ട. അതിൻ്റെ ആ ബസ്സിൻ്റെ കാര്യം കാണിച്ചില്ല. ബസ്സിന് കിട്ടിയില്ല. കാണിച്ചു തരാൻ കണ്ട. ആ ബസ് കിട്ടിയ ഇല്ലല്ല ഇല്ല 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 കണ്ട. ബസ് കാണാനില്ല. കണ്ടല്ലേ എടാ, ഞാൻ ഡ്രൈവർ റാങ്കായ. അത് നിങ്ങൾ കണ്ടല്ലേ? വേണ്ട കണ്ടല്ലേ? ഓക്കെ വന്നോടാ, വന്നോ സൈലോനെ. ശ്വാസേ വെയിറ്റ് ആക്കടാ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ലെറ്റ്സ് ഗോ ബ്രോ, ലെറ്റ്സ് ഗോ ബ്രോ. ബ്രോ ഗ്രീൻ ബസ്സാണോ ബ്ലൂ ബസ്സാണോ വേണ്ടേ? എനിക്കൊരു ബസ് മതിയടാ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഗ്രീൻ ആയാലും കുഴപ്പമില്ല, ബ്ലൂ ആയാലും കുഴപ്പമില്ല. ബസ്സാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായി? ബഗ് അടിക്കണം കണ്ട. പെട്ടെന്ന് ആകാശം ചെറുതായിട്ട് ബ്ലാക്ക് ആയില്ലേ? നിങ്ങൾ കണ്ടല്ല? ചെറിയൊരിതായില്ലേ? ചെറിയൊരിതായി ബഗ് അടിക്കണം എന്തോ. എടാ ഞാൻ 3 പേര് അതിനിടെ ആരും കാണാനില്ല. ആരും എടാ 3 പ്ലെയേഴ്സ് എന്ന് കാണിക്കണം, പക്ഷെ ആരും ഇല്ലടാ അതിൻ്റെ അകത്ത്. എടാ വീണ്ടും ബഗ് അടിച്ചാൻ തോടാ. ഗ്രീൻ കൊടുക്ക്, ബ്ലൂ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വന്ന് മച്ചാൻ വന്ന്. ഇട്ടോടാ സ്റ്റേജ്. ആഹാ ഇതാര്? ഓ ഭാഗ്യം കിട്ടിയടാ മുത്തേ. അത് കിട്ടി. ഒരെണ്ണം കഴിഞ്ഞ്. അവണേ ബസ്. ഓക്കെ ബസ് ഓക്കെ. ഇപ്പോൾ ഓഫർ സെൻഡായി. കിട്ടിയാ? ഒന്നും ആയില്ലേ? സെറ്റ്. മുത്തേ ഞാൻ ഒന്ന് ഇറങ്ങി ഇപ്പോൾ വരാം. ബസ് കിട്ടിയാൽ നോക്കിക്കോട്ടെടാ. ബസ് കിട്ടിയെങ്കിൽ നോക്കി. ഇവിടെ കിടന്ന് തുള്ളിച്ചാടും. ബസ് നമ്മളൊരാഗ്രഹമാണ്, മനസ്സിലായി? ബസ് നമുക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ വാരിക്കൂടി തരാൻ തുടങ്ങിയ എന്താടാ? ഞാൻ എന്തിനു പറയട്ടെ നിങ്ങളാ? ഓ പുറപ്പെടുന്നേ മുത്തേ കണ്ട. അവിടെ 2 ദിവസം മുന്നേ കളി തുടങ്ങിയ ഞാനാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കണ വണ്ടികളൊക്കെ കണ്ട. നിങ്ങൾ കാരണമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി എങ്ങനെ പറയാൻ നന്ദി. താങ്ക് യു ഗൈസ്. എടാ നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റണ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഈ ലൈവ് ഇരുന്ന് കാണുക. കാരണം വെച്ചാൽ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വാച്ച് അവർ അതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് ലൈവ് ഒന്ന് കാണാൻ ഞാൻ പറയണം. നിങ്ങൾ വണ്ടി ഇറങ്ങിയേക്കാളും 10 മടങ്ങ് സപ്പോർട്ടാണ് ലൈവ് കണ്ട് സഹായിക്കണം. കാര്യം പറയാമല്ലോ. ബസ് എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് മുത്തേ. എടാ എല്ലാവരും വന്നു. ഇനി ഞാൻ ഇറങ്ങി പോകണില്ല. ബസ്സൊന്നും എടുക്കാൻ പോവുകയാണ്. വരൂ വെൽക്കം. ഓ ബസ് മുത്തേ കയ്യിൽ ബസ്സൊക്കെ കിട്ടി. എനിക്ക് വയ്യേ. ഇതെന്തൊരു സാധനമാണോ മുത്തേ? നമ്മളൊക്കെ ഇതൊക്കെ എന്തിനും അണഞ്ഞു പോയാണെങ്കിൽ ഇറങ്ങിക്കോട്ടെ. ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്യടാ. എല്ലാ വണ്ടിയിലും ഇൻറ്റീരിയർ ഇനി പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. കാര്യം പറയാമല്ലോ. ഓ ഇതിന് ഓൾറെഡി ഡൗൺലോഡാണ്. ഞാൻ ഒരു ബസ് ഡ്രൈവർ. ബസ് എൻ്റെ കയ്യിലിപ്പുണ്ട്.
4 പേര് കാണുന്നുണ്ട് മുത്തേ. എന്ത് പറയട്ടെ. നാ 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 ടു 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 ടു. അയ്യോ വീണ്. കുഴപ്പമില്ല, വലിയ സീനില്ല മച്ചാനെ. താങ്ക് യു, അത്ര എനിക്ക് പറയാവുള്ളൂ. എല്ലാവരുടെ അടുത്ത് പ്ലെയർ BHC സൈലോൺ ജോയിൻറ്റ്. കൊള്ളാല്ലേടാ. എടാ എൻ്റെ ബസ് എങ്ങനെ ഉണ്ടടാ? കൊള്ളാമല്ല? കൊള്ളാം. റിയൽ മണി കാർ വേണോ? എടാ നിങ്ങളൊക്കെ തന്നതിനൊക്കെ ഒരുപാട് സന്തോഷമാടാ. നിങ്ങളൊക്കെ തന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾ ഈ തന്ന എല്ലാത്തിനും എനിക്ക് സന്തോഷമാണ്. അത്ര ഞാൻ പറയണുള്ളൂ. കയറിക്കോട്ടെ. ഓടിച്ചോ. ഓ എൻ്റെ പൊന്നെ, ഇത് കണ്ട ബസ്സിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീല്. KSRTC. ഓ മുത്തേ, അത് അമ്മാതിരി സാധനം തന്നെ. എടാ ഉള്ള പറയാലോ മുത്തേ. ആ ഒരു ഇത് ഇങ്ങനെ കയറണം കാണിക്കൂ? ഇല്ല അത് കാണിക്കൂല. പക്ഷെ കൊള്ളാല്ലേ. സ്റ്റില്ല് ഗുഡ്. 2 പേരേ ഉള്ള റൂമിൽ. എന്ത് ബാക്കി ആരും വരാത്ത? നിങ്ങളെന്ത് വരാത്ത റൂമിൽ? ഓ ഇവിടെ കൂടെയും കയറാല്ലേ? ഇതെന്ത് വണ്ടി ഇങ്ങനെ പൊങ്ങിപ്പോയ? എടാ ഇതെല്ലാം ഞാൻ ഇത് വീഡിയോ ആയിട്ട് വരും കേട്ടാ മുത്തേ. ഉള്ള പറയാല്ല, ഇത് വീഡിയോ ആയിട്ട് എന്തായാലും വരണമുണ്ട്. അവൻ പോയാടാ? എടാ സൈലോൻ പോയാ? സൈലോനെ കാണാനില്ല. എടാ സൈലോ ഇറങ്ങിപ്പോയി. എടാ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അടുത്ത് പറയട്ടെ. എടാ നിങ്ങളുടെ അടുത്ത് പറയേണ്ട മെയിൻ കാര്യം വെച്ചാൽ എൻ്റെ ചാനൽ ഒടുക്കിയായിട്ട് ചരിഞ്ഞിരിക്കണം. ലൊട്ട ചരിഞ്ഞു വേടാ പെട്ടെന്ന് ലൊട്ട. ഓ ലൈവ് ആയിട്ട് 1 മണിക്കൂർ 40 സംതിങ് മിനിറ്റുമായി. എടാ നിങ്ങളുടെ അടുത്ത് എനിക്ക് മെയിനായിട്ട് ഞാൻ പറയാനുള്ള ഒരു കാര്യം തരുമെന്ന് വെച്ചാൽ നിൽക്കുക ഒരൊറ്റ സെക്കൻഡ്. എന്തെങ്കിലും കമൻറ്റ് ചാറ്റ് വല്ലതും വന്നാന്ന് വെച്ചാൽ നോക്കട്ടെ. ഞാൻ വന്നു ബ്രോ, ഞാൻ 7 മണി വേണോ? ഞാൻ വന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കോണേ. ജസ്റ്റ് ഒന്ന് നിൽക്കുക. ഇനി ആരും വരണ്ട. ഞാൻ കുറച്ച് 2 വാക്ക് നീ സംസാരിക്കാനുണ്ട്. 2 വാക്ക് സംസാരിച്ച് ലൈവ് എൻഡ് ചെയ്യാൻ പോവാണ്. 2 വാക്ക് സംസാരിച്ചോട്ട്. മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചാനലിൽ എല്ലാവരും ഒന്ന് കയറി, ലൈവ് കാണുന്നവരായാലും പെട്ടെന്നൊന്ന് കയറിയിട്ട് പോസ്റ്റ് സെക്ഷനിൽ പോവുക. അവിടെ പോളുണ്ട്. ആ പോൾ സെക്ഷനിൽ ലൈവ് CPM ലൈവ് എപ്പോൾ ഇടണമെന്ന് വെച്ച് ഞാൻ ഒരു സമയം ചോദിച്ചിട്ടുണ്ട്. രാവിലെ വേണോ രാത്രി വേണമെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് ആ പോളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ലൈവ് ഇടുന്നതാണ്. എനിക്കിഷ്ടം രാത്രി ഇടാനാണ്. കാർ സെറ്റല്ലേ? കാറൊക്കെ സെറ്റടാ മുത്തേ. എല്ലാം W. എൻ്റെ ആക്കല്ല. എന്താടാ സത്യം, എൻ്റെ ആക്കല്ലെന്നാ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റെഡ് ഫോക്സ്. ഇത് ഈ ചാനൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ചാനലുകളുടെ പേരെല്ലാം താഴെ ഇട്ടിട്ടുണ്ട്, കാണാം. അതിൽ റെഡ് ഫോക്സ് 2ഉം റെഡ് ഫോക്സ് 3. മെയിനായിട്ട് റെഡ് ഫോക്സ് 2 സബ് ചെയ്ത് വെച്ചേക്കണം. കാരണം വെച്ചാൽ ഈ ലൈവിലെ എല്ലാം നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ടുണ്ട് ആ ഒരു റെഡ് ഫോക്സ് 2ലാണ്. ഈ ഒരു ചാനലിൽ ഒരു ലൈവ് അല്ലാതെ വീഡിയോ ഒന്നും വലുതായിട്ട് വരില്ല. വീഡിയോ എല്ലാം കാണാമെന്ന് ആഗ്രഹമുള്ളവർ റെഡ് ഫോക്സ് 2ലും മെയിനായിട്ട് റെഡ് ഫോക്സ് 2, പിന്നെ റെഡ് ഫോക്സ് 3യും ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. ബോയ്ക്കിൻസ് 30 സെക്കൻഡ് 40 സെക്കൻഡ് വീഡിയോ ഇടണേണ്. അത് കാണാൻ താല്പര്യമുള്ളവർ അത് സബ് ചെയ്യുക. പിന്നെ റെഡ് ഫോക്സ് OP എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രീ ഫയറിന് വേണ്ടി മാത്രമുള്ളതാണ്. ഫ്രീ ഫയർ ഞാൻ വലുതായിട്ട് ആക്റ്റീവ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ആ ചാനൽ സബ് ചെയ്ത് വയ്ക്കാൻ താല്പര്യമുണ്ട് വെച്ചോ, നിങ്ങളിഷ്ടം. മെയിനായിട്ട് ആ റെഡ് ഫോക്സ് 2 ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ ഒരു ചാനൽ ലൈവ് ഇടുന്ന ചാനലും റെഡ് ഫോക്സ് 2. പിന്നെ എല്ലാവരും പോളും കൂടെ ചെയ്യാം, മറക്കല്ലേ. ചാറ്റ് വല്ലതും വന്നാൽ നോക്കട്ടെ. മെയിനായിട്ട് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞ്. കൂടുതൽ ഈവനിങ് നൈറ്റ് ഞാൻ കുറച്ച് കൂടി തരാൻ കാറ്. എടാ നിങ്ങൾ എന്ത് 20 കാറായി. എൻ്റെ ഈ ഒരൊറ്റ ലൈവ് എനിക്ക് 10 കാർ കിട്ടി. അദ്വൈ DT ബ്രോ എല്ലാം സബ് ചെയ്തു. താങ്ക് യു. എല്ലാം സബ് ചെയ്തു, താങ്ക് യു. കൂടുതൽ ഈവനിങ് നൈറ്റാണ്. ഓക്കെ, ഈവനിങ് നൈറ്റാണ് എനിക്കും ഒരു കംഫർട്ടായിട്ടുള്ള സമയം, മനസ്സിലായില്ലേ? അത് ഓക്കെ, അതാണ് എനിക്ക് സന്തോഷം. എന്തായാലും പോളിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കാൻ പോണം. എല്ലാവരും പോയി പോൾ ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. 4 വോട്ട് വന്നിട്ടുണ്ട്. നോക്കാം. ഓക്കെ, ഒരാളെ മാത്രം താല്പര്യമനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കൂടുതലൊരു ഭൂരിഭാഗം പേരുടെ സന്തോഷത്തിനനുസരിച്ചാണ് നമ്മൾ ലൈവ് ചെയ്യാൻ പോകണം. ലെറ്റ്സ് ഗോ ബ്രോ. എന്തിനും ഇനി വല്ല ചാറ്റൊന്നും വന്നില്ല. എല്ലാവരും സബ് ചെയ്തെന്ന് മാത്രമേ വന്നോളൂ. ഇനി വല്ലതും നമുക്ക് നോക്കണ്ട. ഇവിടെ ഇനി അടുത്ത പരിപാടി എൻ്റെ വണ്ടി എന്ന് പോയി നോക്കട്ടെ. ഇതൊക്കെ കണ്ട പയ്യൻ പണിഞ്ഞ് വന്നേ കണ്ട. ഇതൊക്കെ കണ്ട എൻ്റെ ഇത് കണ്ണിൻ്റെ ഉണ്ടല്ലേ. അത് കൊള്ളാം കേട്ടാ. ഇവിടെ മുത്തേ അത് നൈസ്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഈവനിങ് റൂം ഇടാനാ. ഓക്കെ, ഒരു സെക്കൻഡ് വെയിറ്റ് ആക്കും.
ലെറ്റ്സ് ഗോ ബേബി, ലെറ്റ്സ് ഗോ ബ്രദർ, ലെറ്റ്സ് ഗോ ബ്രദർ. ഓക്കെ, റോമിട്ട് 4 പേര് ഇപ്പോഴും കാണുന്നുണ്ട്. എടാ സൗണ്ടിന് പ്രശ്നമില്ലല്ലോ, അതും കൂടെ ഒന്ന് പറഞ്ഞേടാ. സൗണ്ടിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം എന്തിനെന്ന് വെച്ചാൽ എനിക്കറിയാം, ബുദ്ധിമുട്ടിപ്പിക്കാൻ ചോദിക്കണമല്ല. കാരണം വെച്ചാൽ ഈ സൗണ്ട് മൈക്കിടയ്ക്ക് ഇടയായിട്ട് പ്രശ്നമാവണുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ ലൈവ് തന്നെ ഇട്ടിട്ടുണ്ട് മൈക്ക് ടെസ്റ്റിംഗ് എന്നും പറഞ്ഞ് ഇനി മുന്നേക്കാം, നോക്കിയാൽ അറിയാം. 8 മണിക്ക് വരണേ. 8 മണിക്ക് വരാൻ പറ്റുമോ എന്നോടാ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കുറച്ച് എഡിറ്റ് ഉണ്ട്, ഈ ലൈവിൻ്റെ തന്നെ എഡിറ്റ് ഉണ്ട്. നാളെ തൊട്ട് എന്തായാലും കുറച്ച് കൂടുതൽ നേരം ലൈവ് ചെയ്യാം. 1 മണിക്കൂർ എന്നല്ലാതെ ഒരു 3-4 മണിക്കൂറൊക്കെ അങ്ങ് ചെയ്യാം, മനസ്സിലായില്ല? അപ്പോൾ ഇപ്പം 5 മണിക്ക് തുടങ്ങിയാൽ തന്നെ 8 മണി കഴിഞ്ഞ് 9 മണി വരെയൊക്കെ അത്ര കുറച്ച് കൂടുതൽ നേരം ചെയ്യാം. ഇന്ന് എന്തായാലും ഇനി 8 മണിക്ക് വരാൻ പറ്റുമോ എന്തായാലും നോക്കാം, സാധ്യത കുറവാണ്. പ്രോ ഗെയിമിൽ കുറച്ച് റിച്ച് ആയിട്ട് വണ്ടി കൊടുത്താൽ മതി എല്ലാവർക്കും. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അതാണ് ഞാൻ മനസ്സിലാക്കി കിടന്നത് വെച്ചാൽ, ഞാൻ ഇപ്പം എനിക്ക് ഈ അധികം ആൾക്കാർക്ക് വണ്ടി കൊടുക്കാൻ എൻ്റെ അതിനനുസരിച്ച് ഇല്ല. ഈ ഗെയിമിൽ എന്തായാലും ടോപ്പ് ആവുമല്ല, ടോപ്പ് ആവണ സാഹചര്യത്തിൽ നമ്മളിതേപോലെ നന്നായിട്ട് നല്ല നല്ല പാവങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള വണ്ടികൾ കൊടുക്കും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം, മനസ്സിലായില്ല? അങ്ങനെയാണ് ഞാൻ ചിന്തിച്ച് വെച്ചേക്കണം. വിലയ്ക്കു ലതിച്ചത്തു വേറെ. ഓക്കെ, ശരി. അതെ, ഏത് കാറാണ് ബ്രോയ്ക്ക് വേണ്ടിയാണ്? നീ ഏത് വേണമെങ്കിലും തന്നോ, നീ ഏതെങ്കിലും ഒരു കാറൊന്നും അത് തന്ന് വാങ്ങിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം, എനിക്ക് സന്തോഷം. ഞാൻ പോയിട്ട് എന്തായാലും ലൈവ് എൻഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത പരിപാടി നോക്കാം. നീ തരണേ തന്നോ, എനിക്ക് സന്തോഷം, എനിക്ക് ഇഷ്ടമുള്ള തന്നോ. എന്നാലും ബ്രോ നെയിം പറയാമെന്ന് വെച്ചാൽ ഇല്ലടാ, ഞാൻ അങ്ങനെയൊന്നും പറയണ്ട, നിൻ്റെ ഇഷ്ടം അത് തന്നെ. നിനക്ക് ഏത് കാറാണ് ഇപ്പോൾ എനിക്ക് തരാൻ തോന്നണം? നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു കാർ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാർ കൊടുക്കുക, അങ്ങനെ തോന്നില്ല, അതും കൊണ്ടുപോകാം, അത്രയേ ഉള്ളൂ. ഞാൻ ഇനി പറഞ്ഞാൽ പേരായിട്ട് പറയണ്ട, നിനക്ക് ഇഷ്ടം തോന്നണം അത് കൊണ്ടുപോകാം. സമയം ഒരുപാട് 6:19 മുത്തേ. എന്നാലും 3 പേര് ഇപ്പോൾ ലൈവ് ആണല്ലോ. എനിക്ക് വേണമെങ്കിൽ ഈ ലൈവ് അത്യാവശ്യം കുറച്ച് വാച്ച് അവർ കിട്ടി കാണുമല്ലേ, നല്ലൊരു വാച്ച് അവർ കിട്ടി കാണും എന്നാണ് വിശ്വാസം. ഒരുപാട് പേര് കണ്ടേല്ലേ. ചുമ്മാ ഇങ്ങനെ കാർ നിർത്തണം, നമുക്ക് കുറച്ച് വണ്ടിയൊക്കെ വളച്ച് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാല്ലേ. ലൈവ് തുടങ്ങിയ ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഈ ഗെയിം കളിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു. എനിക്ക് ഇതിനകത്ത് തന്നെ എങ്ങനെയില്ലെങ്കിലും വാച്ച് അവർക്ക് സെറ്റായ കുഴപ്പമില്ല. നമ്മൾ തുടങ്ങിയല്ല, വൈകിയാണെങ്കിൽ നമ്മൾ തുടങ്ങിയല്ല. വെയിറ്റ് ആക്കുക, ആയിക്കോട്ടെ. അത് നമുക്ക് നമ്മുടെയൊക്കെ അപ്പോഴത്തെ ഈ വണ്ടിയെ കൊണ്ട് ഓരോ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകും, നല്ല കാര്യമില്ല. നല്ല കാര്യം. ലൊട്ട ഇടിക്കാണ് ലൊട്ട, എന്ത് ലൊട്ടാമത്തെ. ഇനി ഞാനൊരു BMW M5 G90 കൂടി തരാം. നിങ്ങളൊക്കെ ഈ ഗെയിം എത്ര വർഷം കൊണ്ടാ കളിക്കണം? നിങ്ങളിൽ എന്തോരം വണ്ടിയാടാ നിങ്ങളെ കയ്യിൽ എത്രയാണ് വണ്ടി? അളിയാൻ ഞാൻ ഐഫോണിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോവുക. ഏടാ ഇവ വന്ന അതിനിടയിൽ ക്യാപ്റ്റൻ വന്നല്ലേ. ശരിടാ അളിയ, ശരി. ഐഫോണിലോട്ട് സ്വിച്ച് ചെയ്യണേ കൊള്ളാളിയാ. മറ്റേ ഒരുപാട് രാത്രി മറ്റേ സ്റ്റാൻഡിലൊന്നും പോയി നിൽക്കല്. പിന്നെ എണ്ണ വേണേ കരുതി തരുന്നതിൻ്റെ ഇഷ്ടം. ഞാനിപ്പോൾ റിയൽ മണി കാർ തരും. ഓക്കെ, 4 മാസം കൊണ്ട് സക്സസ്ഫുള്ളായ ഞാൻ. എടാ ആ കാര്യത്തിൽ ഞാനും ഡബിൾ ചെയ്യാൻ റാമുത്ത. ഞാൻ കാര്യം പറയാല, ഞാനുണ്ടല്ല ഞാൻ CPM 2-ൽ നിങ്ങൾ നോക്കിയാൽ മതി. വെറും അത്ര 4 മാസം എടുത്തോളൂ. 4-5 മാസം കൊണ്ട് ഞാനും ഫുള്ളി സക്സസ്ഫുള്ളായിരുന്നു, ടോപ്പ് കയറിയാണ്. ആ കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞ ഡബിളാണ്. CPM 2 കണ്ടവർക്ക് അറിയാം. 5 കോടിയും മെക്ലാരനും എല്ലാം ഉണ്ട് മെയിനായിട്ടുള്ള. ഇന്ന് പോയിട്ട് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, കാര്യം പറയാൻ കുറച്ച് പരിപാടിയുണ്ട്. നവാബ് 84 ഹായ് ബ്രോ. ഹായ്ടാ, ഹായ്. ഇന്ന് പോയിട്ട് ഒരു ഗ്രൂപ്പുണ്ട് നമ്മളെ പയ്യന്മാരെ, ക്യാപ്റ്റൻ ലൊട്ടയും അമ്മമാരൊക്കെ ഉള്ള. അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് CPM എടുക്കണമല്ലേ ചോദിക്കാം. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, മറന്നുപോയി. ഇപ്പോൾ ബ്രോയ്ക്ക് ആരും വരാത്ത കാർ ഞാൻ തരും. ഓക്കെ താങ്ക് യു ബ്രോ. ചാറ്റ് ഞാൻ വണ്ടി കാണിക്കാൻ പോവാല്ലേ.
ബ്രോ ഇന്ന് ഗ്രൈൻഡിങ് ആണോ ബ്രോ? ഇന്ന് ഗ്രൈൻഡിങ് ആണോ? എടാ ഗ്രൈൻഡിങ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഞാൻ ചെയ്ത് ഇതാവണല്ലേടാ, ഇത് എല്ലാവരും കൊണ്ട് തന്നുകൊണ്ടിരിക്കണല്ലേടാ. ഗ്രൈൻഡിങ് എന്ന് വെച്ചാൽ CPM 2-ലായിരുന്നു ഫുള്ള് ഗ്രൈൻഡിങ് അതിൽ ആരും ഒന്നും തന്നൊന്നുമില്ല. നമ്മളെല്ലാം കഷ്ടപ്പെട്ടാണ് ആക്കിയത്. എല്ലാവരും തന്നുകൊണ്ടും കൂടി ഇരിക്കുമോ. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും നമുക്ക് വണ്ടിയൊക്കെ തന്നു. ഇനി ഞാൻ പോയിട്ട് കോയിൻ ശേഖരിച്ചിട്ട് ഉടുപ്പ് വാങ്ങാം, അതായിരിക്കും നല്ല. ഉടുപ്പും മുടിയൊക്കെ വാങ്ങിക്കാം. ഒരു വിധം കാറെല്ലാം ഇപ്പം കയ്യിലുണ്ട്, നിങ്ങളെല്ലാം തന്നു ഒരു ഇതൊക്കെ. എനിക്ക് കുറേ കാർ വാങ്ങിക്കണം, ഒരുപാട് കളക്ഷൻ വേണ്ടി 100 കാറിന് മുകളിൽ വാങ്ങിക്കണം. കാര്യം പറയാല്ല, അത് തന്നെ ഒരു 100 കാറിന് മുകളിൽ നമുക്ക് കളക്ഷൻ കൊണ്ടുവരണം. ടോപ്പ് കയറാം. ഇതെന്തരും എടാ ഇത് കിട്ടിയാ? കൺഗ്രാജുലേഷൻ യു. കിട്ടി, എനിക്ക് കിട്ടി ബ്രോ. അങ്ങനെ കഷ്ടപ്പെടണ്ടെന്ന് വെച്ചാൽ തരുന്നേ. കഷ്ടപ്പാടുന്ന നമുക്ക് പുത്തരി അല്ലടാ. കാര്യം പറയാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. പിന്നെ ഇതാണ് ലൊട്ട. അങ്ങനെയൊന്നും ഒന്നുമില്ല, കഷ്ടപ്പാടൊക്കെ എന്തോന്നു. പെയിൻ ഗുഡ്, പെയിൻ വിത്തൗട്ട് പെയിൻ വി ക്യാൻ ഗ്രോ. അത് തന്നെ അല്ലാതെ സിനിമറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെ അതൊന്നും ഒന്നുമില്ല. പെയിനൊക്കെ ഒന്നുമില്ല. കിട്ടിയടാ ശ്വാസം കിട്ടി. എനിക്ക് 114 കാറുണ്ട്. ഓക്കെ, എനിക്കിനി കാർ കളക്ഷൻ കൂട്ടണം. BMW M4 ആണ്, അത് ഞാൻ തരാനിരുന്നതാണ്. ഓക്കേടാ. താങ്ക് യു. നിങ്ങൾ തന്ന എല്ലാ കാറിനും, നിങ്ങൾ തന്ന സപ്പോർട്ടിനും താങ്ക് യു. ഞാൻ അതിൽ കൂടി എന്തിനാ പറയാം? BMW M4 ബ്രോ, ഞാൻ M5 കൊണ്ട് തരാം. എടാ മതിയടാ. ഞാൻ പറ്റില്ല. കപ്പലിൻ്റെ മുട്ടായി കൊണ്ടുതരാം, കാവറ്റൽ കൊണ്ടുവരാം എന്ന് പറയണ പോലെയാണ് BMW ബസ്സും ലാംബോയൊക്കെ കൊണ്ട് തന്നുകൊണ്ടിരിക്കണം. മതി. ഞാൻ എന്തായാലും ഇപ്പോൾ ലൈവ് എൻഡ് ചെയ്യണം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാം നന്ദി. നീ വരണ്ട. ഞാൻ താങ്ക്സ്. ക്യാറിൻ്റെ ഫ്രണ്ട് നോക്കടാ. നോക്കട്ടെ. മുത്തേ കാറാ കണ്ടല്ലേ? W അല്ലേ? കൊള്ളാം. അത് കൊള്ളാം അല്ലടാ. കൊള്ളാം. W കൊള്ളാം. എടാ ഞാൻ ഇറങ്ങിയേക്കുവാണേ. ബൈ. താങ്ക്സ് ടാ. മച്ചാനെ മെനുവിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും 5 ലൈവാണ്ട്. ബ്രോ ഒരു ട്രക്ക് വേണോ? മച്ചാന്മാരെ എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ നാളെ നോക്കാം. മനസ്സിലായില്ലേ? ബാക്കിയെല്ലാം നാളെ. മനസ്സിലായില്ലേ? നിങ്ങൾ ബാക്കിയെല്ലാം നാളെ. അത്ര ഇനി പറഞ്ഞോളൂ. ഞാൻ ലൈവ് എൻഡ് ചെയ്യുവാണ്. എല്ലാ തന്ന സപ്പോർട്ടിനും താങ്ക് യു. ലൈവ് ഒന്ന് ലൈക്ക് അടിക്കുക. ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, സബ് ചെയ്യാം.